10 കൽപ്പനകളിൽ അനുഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. ദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കൽപ്പനകൾ അനുസരിച്ചാൽ ദൈവാനുഗ്രഹം കിട്ടും. കർത്താവ് പറയാണ്, ഒരായുസ് മുഴുവൻ ജീവിച്ച 80 കൊല്ലം 100 കൊല്ലം 110 കൊല്ലമൊക്കെ ജീവിച്ച മനുഷ്യ, നിന്റെ അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. ആരാ ജീവിതത്തിൽ കരയാത്തത്? കരഞ്ഞിട്ടില്ലാത്ത ആരാ എൻ്റെ മുമ്പിലുള്ളത്? എത്രയോ തവണ കരഞ്ഞു. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെയുള്ള ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് മനസ്സുകൊണ്ടൊരു മടക്കയാത്ര പോവും. കരഞ്ഞതിന് കയ്യും കണക്കുണ്ടോ? കരഞ്ഞതൊക്കെ ആരും ഓർത്തിരിക്കുന്നു? ഇന്നലെ കരഞ്ഞ് ഓർക്കുന്നുണ്ടാവും, മെനഞ്ഞാന്ന് കരഞ്ഞ് ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ മാസം കരഞ്ഞു എന്ന് ആരും ഓർക്കുന്നില്ല. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങി വരുമ്പോ സ്വർഗത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നീ കരഞ്ഞതിനും കണക്കുണ്ട്. പിശാചിന്റെ കയ്യിൽ നിന്ന് കുരിശ് മരണത്താൽ ദൈവം നിന്നെ വിടുവിച്ചു എന്ന് നീ ഓർക്കാനാണ് സാപത്താചരണം. യേശു തന്റെ കുരിശ് മരണത്താൽ പാപത്തിന്റെ, പിശാചിന്റെ, ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചുവെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ 7 ദിവസത്തിൽ 1 ദിവസം നീ മാറ്റിയിടണം. ജോലിയോടും പണത്തോടുമുള്ള ലോകത്തിന്റെ അമിതമായ അന്ധമായ ആരാധനയോടുള്ള ദൈവമക്കളുടെ സമരമാണ് ഞായറാഴ്ച ആചരണം. അതായത് ലോകത്തെ മനുഷ്യര്, അവർക്ക് പണമാണ് ദൈവം, ജോലിയാണ് ദൈവം. അപ്പൊ ദൈവമക്കൾ പറയുകയാണ്, അങ്ങനല്ല, ദൈവമാണ് ദൈവം. ഇങ്ങനെ ദൈവമക്കൾ പ്രഖ്യാപിക്കുന്നതിന്റെ അടയാളമാണ് ഞായറാഴ്ച ആചരണം. ജോലിയോടും പണത്തോടുമുള്ള ലോക മനുഷ്യന്റെ അന്ധമായ ആരാധനയോടുള്ള ദൈവമക്കളുടെ പ്രതിഷേധമാണ് ഞായറാഴ്ച ആചരണം. മനോഹരല്ലേ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസമാണ് അവിടുത്തെ അവധി ദിവസം. അതുകൊണ്ട് അവിടെ സഭ പറഞ്ഞനുസരിച്ച് അവിടെയുള്ള ആളുകൾ വെള്ളിയാഴ്ചയാണ് ഈ സാബത്ത് ആചരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവരിനി ഇതിലോർത്ത് പാരപ്പെടുമൊന്നും വേണ്ട, നിങ്ങളുടെ ദിവസം വെള്ളിയാഴ്ച. അതായത് എല്ലായിടത്തും ദൈവം ഉണ്ടെങ്കിലും അതിശക്തമായ ദൈവപ്രവൃത്തി നടക്കാൻ എല്ലാ സ്ഥലവും ഒരുപോലെ നല്ലതല്ല. അതിശക്തമായ ദൈവപ്രവൃത്തി നടക്കാൻ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട്. എന്താണ് നമ്മുടെ വീട്ടിലില്ലാത്ത പ്രത്യേകത ഈ വേളാങ്കണ്ണിയിലുള്ളത്? എന്താണ് നമ്മുടെ വീട്ടിലില്ലാത്തൊരു പ്രത്യേകത ലൂർദിലും ഫാത്തിമയിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ഉള്ളത്? നമ്മുടെ വീട്ടിലില്ലാത്തൊരു പ്രത്യേകത അവിടെ ഉള്ളത്, അവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ആ അന്തരീക്ഷത്തിൽ ഒരു കൃപയായിട്ട് കിടപ്പുണ്ട്. അതായത് സാബത്തിനെ ചവിട്ടി മെതിക്കരുത് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ തിങ്കളാഴ്ച ദിവസം പോലെ കാണരുത്. സാബത്തിനെ ചവിട്ടി മെതിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റു ദിവസം പോലെ ഒരു ദിവസമായിട്ട് അതിനെ കാണരുത്. മറ്റ് ദിവസത്തെക്കാൾ വില കുറച്ച് കാണരുത്. ഉദാഹരണത്തിന്, എല്ലാ പണിയും ചെയ്യാനുള്ള ദിവസം ഞായറാഴ്ച, എല്ലാ ലോകത്തുള്ള സകല പണിയും വീട്ടിലെ പണിയും ചെയ്യിപ്പിക്കാനുള്ള ദിവസവും ഞായറാഴ്ച. കർത്താവ് പറയാണ്, സാബത്തിനെ ചവിട്ടി മെതിക്കരുത്. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബം തകർന്നു കിടക്കാൻ ദൈവം ഇടയാക്കില്ല. നിന്റെ മക്കൾ നശിച്ചു കിടക്കാൻ ദൈവം ഇടയാക്കില്ല. ലോകത്തെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ദൈവം നിന്നെ സവാരി ചെയ്യിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതൽ, നിങ്ങളുടെ മക്കളുടെ ഐശ്വര്യം, നിങ്ങളുടെ കണ്ണുനീരിന് ആശ്വാസമെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദൈവം കെട്ടി ഉയർത്തിയ ദേവാലയങ്ങളിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആലയത്തിലേക്ക് വരണം. എപ്പോഴെങ്കിലും വന്നാൽ പോരാ, നിന്റെ ഇഷ്ടം ചെയ്താൽ പോരാ. ദൈവം പറയുകയാണ്, നേരത്തെ വരണം. നീ ഏറ്റവും പുറകിൽ പോയി നിൽക്കരുത്, പറമ്പിൽ നിൽക്കരുത്, ഗ്രൗണ്ടിൽ നിൽക്കരുത്. നീ ഏറ്റവും മുമ്പിലേക്ക് വരണം. കർത്താവിനെ കേൾക്കാൻ സൂക്ഷ്മതയോടെ അടുത്ത് വരണം. അടുത്ത് വരുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ചൊരിയപ്പെടും. സാബത്ത് ആചരണത്തെക്കുറിച്ചാണ്, ഞായറാഴ്ച ആചരണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പഴയ നിയമത്തിൽ അനേകം കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. അതായത് പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. ഉദാഹരണത്തിന്, 1 വയസ്സുള്ള ഊനമറ്റ ഒരു കുഞ്ഞാടിനെ നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവരണം. ആ നിയമം അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. ലേലം വിളിക്കാൻ വല്ലതും കൊണ്ടുവരാൻ നിങ്ങൾ വല്ല നേർച്ചയും നടന്നാൽ അത് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ എല്ലാവരും ആടിനെയും കൊണ്ടൊന്നും വരണ്ട. ആ നിയമം നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ ഇന്ന സാധനം കൊണ്ടുവരണം, ബലിയിൽ ഉപ്പ് ചേർക്കണം, ഇങ്ങനെയൊക്കെ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ട് പഴയ നിയമത്തിൽ. ആ നിയമങ്ങൾ പലതും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ നിർബന്ധമായും അനുസരിക്കാൻ ബാധ്യസ്ഥരായ അനേകം കൽപ്പനകളുണ്ട്. ആ കൽപ്പനകളിലെ
ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകളിൽ അനുഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. ദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കൽപ്പനകൾ അനുസരിച്ചാൽ ദൈവാനുഗ്രഹം കിട്ടും. ഉദാഹരണത്തിന് ബൈബിളിൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം മുഴുവൻ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം മുഴുവൻ പറയുന്നത്. നിയമാവർത്തന പുസ്തകം എത്ര അധ്യായം? നിങ്ങളെല്ലാം മറന്നുപോകും. എത്ര അധ്യായം? 28-ാം അധ്യായം. ശ്രദ്ധിച്ചിരുന്നോണം. നിയമാവർത്തനം 28. ഇപ്പൊ ഈ ആലയത്തിൽ ഇന്ന് വന്നിരിക്കുന്ന മക്കളെ, നിങ്ങൾ ദൈവാനുഗ്രഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ ദൈവാനുഗ്രഹം കിട്ടും. ഏത് കൽപ്പന അനുസരിച്ചാലും ആ കൽപ്പനയോട് ചേർത്ത് പഴയ നിയമപ്രകാരം അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹം മതിയെങ്കിൽ, പുതിയ നിയമത്തിൽ നമുക്ക് അനുഗ്രഹം മാത്രം പോരാ, കുറച്ചുകൂടെ വളരണം. എന്നാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ തുടങ്ങുകയാണ്. കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് തുടങ്ങുകയായതുകൊണ്ട് ഞാൻ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം പറയുന്നതിൻ്റെ 1-ാം വാക്യം, നിയമാവർത്തനം 28-ാം അധ്യായം 1-ാം വാക്യം ശ്രദ്ധിച്ചിരിക്കാൻ വായിക്കാൻ പോവാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട്, നിന്റെ ദൈവമായ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം നീ സൂക്ഷ്മമായി പാലിച്ചാൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. ദൈവം പറയുകയാണ്, പഴയ നിയമ ജനതയോട് പറയുകയാണ്. നമുക്കിത് ബാധകമാണ് ഈ വചനം. അത് ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് അരുളി ചെയ്ത കൽപ്പനകളെല്ലാം എങ്ങനെ അനുസരിക്കണം? ചുമ്മാ അനുസരിച്ചാൽ പോരാ, സൂക്ഷ്മമായിട്ട് അനുസരിക്കണം. അതായത് ഇന്ന് ഞാൻ സാബത്ത് ആചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ ആ കൽപ്പന എങ്ങനെയും ആചരിച്ചാൽ പോരാ, സൂക്ഷ്മമായിട്ട് ആചരിക്കണം. ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് ആ കൽപ്പന ആചരിച്ചാൽ, കർത്താവ് പറയുകയാണ്, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങളത് ഈ ഞായറാഴ്ച മുതൽ പാലിക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മേൽ വരും. എന്തൊക്കെയാണ് നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ? ദൈവം പറയുകയാണ്, നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കപ്പെടും. അതായത് പട്ടണത്തിൽ നീ താമസിച്ചാൽ അവിടെ നീ അനുഗ്രഹിക്കപ്പെടും. നാട്ടിൻപുറത്ത് പോയി നീ താമസിച്ചാൽ അവിടെ നീ അനുഗ്രഹിക്കപ്പെടും. നീ എവിടെ ആണെങ്കിലും അനുഗ്രഹിക്കപ്പെടും. നീ നാട്ടിലും നഗരത്തിലും കാട്ടിലും ഗ്രാമത്തിലും അനുഗ്രഹിക്കപ്പെടും. നീ എവിടാണോ അവിടെ നിന്റെ കൂടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടും ആട്ടിൻപറ്റും അനുഗ്രഹിക്കപ്പെടും. അന്നത്തെ സാഹചര്യങ്ങളാണിത്. ആട്ടിൻകൂട്ടം, കന്നുകാലി, അതൊക്കെ അന്നത്തെ മനുഷ്യന്റെ വരുമാന മാർഗങ്ങളാണ്. അതായത് ദൈവം പറയുകയാണ്, നിന്റെ ജീവിത മാർഗത്തെ ഞാൻ അനുഗ്രഹിക്കും. നാട്ടിലാണേലും നഗരത്തിലാണേലും ഗ്രാമത്തിലാണേലും നിന്റെ ജീവിതമാർഗത്തെ ഞാൻ അനുഗ്രഹിക്കും. അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും. അതായത് നീ എന്നാ ചെയ്താലും അതിനകത്തൊരു അനുഗ്രഹം ഉണ്ടായിരിക്കും. നീ ഒരു ചെടി നട്ടാൽ അത് മരമാവും. നീ ഒരു കാര്യം തുടങ്ങിയാൽ അത് അഭിവൃദ്ധിപ്പെടും. നീ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് നടക്കും. വേണ്ട ഇതല്ലേ ആഗ്രഹിക്കുന്നേ? ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് ദൈവം പറയുകയാണ്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ കർത്താവ് തോൽപ്പിക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും. നീ നോക്കി നിൽക്കെ നിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്നവർക്ക് മനുഷ്യരല്ല ശത്രുക്കൾ, പിശാചുക്കളാണ് ശത്രുക്കൾ. പിശാചിന്റെ ഉപദ്രവങ്ങളെ നിന്റെ കൺമുമ്പിൽ വെച്ച് ദൈവം തോൽപ്പിച്ചു കളയും. അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഒരു വഴിയിലൂടെ പിശാച് വരും, 7 വഴിക്ക് ഓടിക്കോളും. ഞാൻ എല്ലാം വിവരിക്കുന്നില്ല. ഇങ്ങനെ അനേകം അനുഗ്രഹങ്ങൾ ഈ 28-ാം അധ്യായത്തിലുണ്ട്. ഇനി 28-ാം അധ്യായത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായമാണ് 27-ാം അധ്യായം. അറിയാലോ അല്ലേ? 27-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ് 12 ശാപങ്ങൾ. 28-ാം അധ്യായത്തിൽ പറയുന്നത് അനുഗ്രഹങ്ങൾ. 27-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ് 12 ശാപങ്ങൾ. ആ 12 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ നീ ചെയ്താൽ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ശാപം ഇരിക്കും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കർത്താവ് നൽകിയ 10 കൽപ്പനകളിലെ ഒരു കൽപ്പന ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പോവുകയാണ്. അതാണ് കർത്താവിൻ്റെ കൽപ്പന. എത്രാമത്തെ കൽപ്പനയാണത്? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. എത്രാമത്തെ കൽപ്പനയാണത്?
മൂന്നാമത്തെ കൽപ്പനയാണ്. ദൈവം മാനവരാശിക്ക് നൽകിയ എന്നേക്കും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, ആവശ്യമുള്ളവർ എഴുതി വെച്ചോ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2168 മുതൽ 2195 വരെ ഖണ്ഡികകളിൽ ഈ കാര്യം സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. സഭ പഠിപ്പിക്കുകയാണ്, സാബത്താചരണം, കർത്താവിൻ്റെ ദിവസം ആചരിക്കണം, പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ശ്രദ്ധിച്ചിരിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ സാബത്താചരണത്തെക്കുറിച്ചുള്ള കൽപ്പന കാണുന്നത്. ഞാനത് വായിക്കുകയാണ്, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് നീ ഓർക്കണം. 6 ദിവസം നീ അധ്വാനിച്ചോ, എല്ലാ ജോലികളും ചെയ്തോ. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. പഴയ നിയമത്തിലാണിത് 7-ാം ദിവസം, പുതിയ നിയമത്തിൽ 1-ാം ദിവസം. കേട്ടോ, ആ വ്യത്യാസം പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം പറയുകയാണ്, നീ 6 ദിവസം അധ്വാനിച്ചോണം, 7-ാം ദിവസം ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. നീയും ചെയ്യരുത്, ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യരുത്. ഇപ്പം നിന്റെ കൂടെ ഒരു പരദേശി, ഒരു ബംഗാളി ഉണ്ടെന്ന് വെച്ചോ നിന്റെ വീട്ടിൽ, അവനെ കൊണ്ടും ജോലി ചെയ്യിക്കരുത്. അപ്പോൾ ദൈവം പറയുകയാണ്, 7-ാം ദിവസം ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇവിടെ പറയുന്ന കാരണം, സാബത്ത് ആചരിക്കണമെന്നതിന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാരണം, കർത്താവ് 6 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. ആഴ്ചയിൽ 7 ദിവസം, 7 ദിവസത്തിൽ 6 ദിവസം ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. 6 ദിവസം കൊണ്ട് ദൈവം പ്രവർത്തിച്ചു, കാണിച്ചു തരികയാണ് ദൈവം. എന്നിട്ട് ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. ദൈവത്തിന് വിശ്രമമൊന്നും ആവശ്യമില്ല, ദൈവത്തിന് ജോലി ചെയ്ത മടുക്കത്തൊന്നുമില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഭയങ്കര അധ്വാന ഭാരമൊന്നും ആയിട്ടൊന്നുമില്ല. മറിച്ച് ദൈവം കാണിച്ചു തരികയാണ്, ദൈവത്തിന്റെ മക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന കാരുണ്യവാനായ ദൈവം ബൈബിളിന്റെ ആരംഭത്തിൽ കർത്താവ് തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു. 6 ദിവസം കൊണ്ട് ദൈവം ഭൂമി സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ രൂപപ്പെടുത്തി. എന്നിട്ട് ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. 7 ദിവസത്തിൽ 6 ദിവസം നീ ജോലി ചെയ്യണം, 7-ാം ദിവസം ജോലി ചെയ്യരുത്. അത് നിനക്ക് വിശ്രമത്തിനുള്ള ദിവസമാണെന്ന് ദൈവം അരുളി ചെയ്തു. അപ്പൊ ഒന്നാമത്തെ കാരണം ഇതാണ്, ദൈവം വിശ്രമിച്ചതിൻ്റെ ആചരണമായിട്ടാണ് സാബത്ത് ദിവസം ആചരിക്കേണ്ടത്. സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. പുറപ്പാട് 20, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട് തിരുസഭ പഠിപ്പിക്കുകയാണ്. അതായത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ പ്രപഞ്ച സൃഷ്ടി 6 ദിവസം കൊണ്ട് നിർവഹിച്ച് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സാബത്ത് ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അതായത് മനുഷ്യന് വിശ്രമം ആവശ്യമുണ്ട്. വിശ്രമം എന്ന് പറയുമ്പോൾ ശരീരത്തിന് വിശ്രമം വേണം, മനസ്സിന് വിശ്രമം വേണം, ആത്മാവിന് വിശ്രമം വേണം, ഉപകരണങ്ങൾക്ക് വിശ്രമം വേണം, പറമ്പിന് വിശ്രമം വേണം, ജോലിക്ക് വിശ്രമം വേണം, അധ്വാനത്തിന്, എല്ലാ കാര്യത്തിനും ഒരു റെസ്റ്റ് ആവശ്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാതിരിക്കാൻ സഹായിക്കും. അതായത് എപ്പോഴും അധ്വാനം മാത്രമല്ല, റെസ്റ്റ് പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഒരു കാരണം. ദൈവം ആദ്യം വലിയ ആനക്കാര്യമൊന്നും പറയുന്നില്ല, ചെറിയ കാര്യമാണ് പറയുന്നത്. അതായത് മോനെ, നിനക്ക് വിശ്രമം ആവശ്യമുണ്ട്. വിശ്രമം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചില സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിരിക്കും, സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. ഒന്ന് നിൽക്ക്, ഒന്ന് ആലോചിക്ക്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യ്, വണ്ടി ഒന്ന് സാവധാനത്തിലാക്ക്. എന്നിട്ട് ഇടത്തും വലത്തും സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ റോഡിൽ കയറി നടക്കുന്നുണ്ടോ, മറ്റേ ഓപ്പോസിറ്റുള്ളൊരു വഴിയിലൂടെ, വശത്തുള്ളൊരു വഴിയിലൂടെ വാഹനം കയറി വരുന്നുണ്ടോ എന്ന് സ്റ്റോപ്പ് ചെക്ക് ആൻഡ് പ്രൊസീഡ് ശ്രദ്ധിച്ചിട്ട് പോ. അതായത് മനുഷ്യ ജീവിതത്തിന് ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്.
ഇങ്ങനെ ഒരു വഴിക്ക് പൊക്കോണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, നിനക്ക് റെസ്റ്റ് വേണം. നീ ഒരു ദിവസം എല്ലാ ജോലിയിൽ നിന്നും അധ്വാനത്തിൽ നിന്നും പിന്മാറണം. എന്നിട്ട് നീ സ്വസ്ഥമായിട്ടിരിക്കണം. ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ ദൈവത്തെ സ്തുതിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ കാര്യങ്ങളിലേക്ക് പിന്നീട് നമ്മൾ വരും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, മനുഷ്യ ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട്, മനസ്സിന് വിശ്രമം ആവശ്യമുണ്ട്, ആത്മാവിന് സ്വസ്ഥത ആവശ്യമുണ്ട്, ജോലിയിൽ നിന്നൊരു വിരാമം ആവശ്യമുണ്ട്. ഇത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ നിയമമാണിത്. ശനിയാഴ്ച ജോലി ചെയ്തു, ഞായറാഴ്ച ജോലി ചെയ്തു, പിന്നീട് എല്ലാ ദിവസവും ജോലി ചെയ്തു. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജോലിയും ചെയ്യാതെ ദൈവത്തെ തേടാനുള്ള ഒരു ദിവസമായിട്ട് ഞായറാഴ്ച ആചരണത്തെ കാണാൻ ദൈവമക്കൾ പഠിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നീട് സഭ പഠിപ്പിക്കും. ഇപ്പോൾ ഒരു കാര്യം ഇതാണ്, നമുക്കൊരു റെസ്റ്റ് ആവശ്യമുണ്ട്. ഞായറാഴ്ച ജോലിക്ക് പോകുന്ന അനേക സഹോദരങ്ങൾ നമ്മുടെ ദേശത്തുണ്ടാവാം. ഞായറാഴ്ചയും കാര്യങ്ങൾ ചെയ്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ബൈബിളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് ഇത് പിടികിട്ടു. അതായത് പഴയ നിയമം എന്ന് പറയുന്നത് 2 യാത്രകളുടെ ചരിത്രമാണ്. ഒന്നാമത്തെ യാത്ര ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്ര. രണ്ടാമത്തെ യാത്ര ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്ര. ഈ 2 യാത്രയുടെ കഥയാണ് പഴയ നിയമം. ഒന്നാമത്തെ യാത്ര നിങ്ങൾക്കറിയാം, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? കാനാൻ ദേശത്തേക്ക് പോകുന്നു. രണ്ടാമത്തെ യാത്ര ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തെത്തിപ്പെട്ട്, ശ്രദ്ധിച്ചേ, കാനാൻ ദേശത്തെത്തിപ്പെട്ട് 845 വർഷം കാനാൻ ദേശത്ത് ജീവിച്ചു കഴിഞ്ഞപ്പോൾ ജെറമിയ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നു. 40 കൊല്ലം ഇസ്രായേലിൽ അവൻ പ്രവചനം നടത്തി. 40 കൊല്ലം അവൻ ഓടി നടന്ന് സകല മനുഷ്യരോടും പറഞ്ഞു, പാപം ചെയ്യരുത്, തെറ്റിൽ നിന്ന് പിന്തിരിയണം, ദൈവകൽപ്പന അനുസരിക്കണം, സാവത്ത് ആചരിക്കണം, ബലിയർപ്പണം മുടങ്ങരുത്, കർത്താവിനെതിരെ മുഖം തിരിക്കരുത്, അഹങ്കരിക്കരുത്, ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഓടി നടന്ന് 40 കൊല്ലം അവൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട് ആക്ഷേപങ്ങളുടെയും ദുരിതങ്ങളുടെയും പീഡാനുഭവങ്ങളുടെയും നടുവിൽ 4 പതിറ്റാണ്ട് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും കാൽനടയായി യാത്ര ചെയ്ത് ഈ പാവം പ്രവാചകൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ദൈവകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിമത്തത്തിലേക്ക് പോകും. വടക്ക് നിന്ന് ഇതാ ഒരു ഭീഷണി വരുന്നു. ആരാണ് ഒരു ജനത്തിന്റെ ഇരമ്പം കേൾക്കുന്നു. ആരാണ് വലിയ ആരവത്തോടെ വരുന്നത്? നിങ്ങളെ ആക്രമിക്കാൻ ഒരു ജനത വരുന്നു. അവർ നിങ്ങളെ പക്ഷികൾ പുഴുവിനെ കൊത്തിയെടുക്കുന്നത് പോലെ കൊത്തിയെടുക്കും. ഇങ്ങനെ അനേകം നാളുകൾ, 4 പതിറ്റാണ്ടുകൾ ജെറമിയ പ്രവചിച്ചു. ജനം എന്നാ ചെയ്യുന്നറിയാമോ? ജനത്തിന് പിന്നെയും പൈസ ഉണ്ടാക്കണം, സുഖിക്കണം, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം, ആളാവണം, ഇത് തന്നെ ചിന്ത. ജെറമിയ പറഞ്ഞൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതാ വടക്ക് നിന്ന് ഒരു രാജാവ് വന്നു. അവൻ്റെ പേരാണ് നെബൂഖദ്നേസർ. ആ രാജാവ് വന്നിട്ട് ഇസ്രായേലിനെ കത്തിച്ച് ചാമ്പലാക്കി, ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി, ദേവാലയത്തിലെ സകല വസ്തുക്കളും കൊള്ളയടിച്ചു. ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു വീണു, സിയോന്റെ കൂടാരങ്ങൾ തകർന്നു വീണു, ബലികളില്ലാതെയായി, ദൈവാരാധന മുടങ്ങി. അടിമത്തത്തിന്റെ ബാബിലോണിലേക്ക് ദൈവജനത്തെ പിടിച്ചു കൊണ്ടുപോയി. ആ ബാബിലോണിൽ 70 കൊല്ലം അവർ ജീവിച്ചു. 70 കൊല്ലം കഴിയുമ്പോൾ എസ്രാ, നെഹമിയ, ഹഗ്ഗായി, സക്കറിയ, സെറൂബാബേൽ, യഹോശുവ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ അവർ തിരിച്ചു വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? 2ാമത്തെ യാത്രയാണിത്, ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക്. ഇനി എന്നെ ശ്രദ്ധിക്കുക, ബാബിലോൺ അടിമത്തത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം പോയതെന്ന് നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് ഒരു വചനം കാണിച്ചു തരും. കർത്താവ് കാണിച്ചു തരുന്ന വചനം 2 ദിനവൃത്താന്തം 36-ാം അധ്യായമാണ്. എന്തുകൊണ്ടാണ് ജനം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയത് കർത്താവേ എന്ന് ചോദിച്ചാൽ ദൈവം പറയും, 2 ദിനവൃത്താന്തം 36-ാം അധ്യായം വായിക്കുക. അതെല്ലാം വായിച്ച് പറയാൻ നമുക്കിപ്പോൾ സമയമില്ല. ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോയതിൻ്റെ 7 കാരണങ്ങൾ 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലെ 7ാമത്തെ കാരണം ശ്രദ്ധിച്ചിരിക്കുക. ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോയതിൻ്റെ 7ാമത്തെ കാരണം എന്തായിരുന്നെന്നറിയാമോ? ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ ദൈവം ഒരു കൽപ്പന കൊടുത്തിരുന്നു.
ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം. അടിമത്തത്തിലേക്ക് പോയതിന്റെ കാരണം ഞാൻ പറയുകയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അടിമത്തത്തിലേക്ക് പോയതിന്റെ കാരണം 7 കാരണമുണ്ട്. 7ാമത്തെ കാരണം, ആ കാരണം അറിയണമെങ്കിൽ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം വായിക്കണം. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ ദൈവം കൽപ്പന കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ദൈവത്തിന്റെ കൽപ്പന ഇതാണ്: 6 വർഷം ഇസ്രായേൽ ജനമേ, 6 വർഷം നിങ്ങൾ ദേശത്ത് കൃഷി ചെയ്തു. 7ാം വർഷം കൃഷി ചെയ്യരുത്. പഴയ നിയമത്തിലെ കൽപ്പന നമുക്ക് ബാധകമല്ല, ഒരു പാഠം പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്. നിങ്ങൾക്കുള്ള 10 ഏക്കർ സ്ഥലത്ത് നിങ്ങൾ വർഷത്തിൽ 6 വർഷവും കൃഷി ചെയ്തു. 7ാമത്തെ വർഷം കൃഷി ചെയ്യരുത്. 7ാമത്തെ വർഷം നിലം പാഴായി കിടക്കട്ടെ, ഒന്നും കൃഷി ചെയ്യരുത്, നിലം ശൂന്യമായി കിടക്കട്ടെ, ദേശം വിശ്രമിക്കട്ടെ. ദൈവം പറയുന്നു, ദേശം അതിൻ്റെ സാബത്ത് ആചരിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് 6 വർഷം കൃഷി ചെയ്യണം, വാഴയും തെങ്ങും എല്ലാം വെച്ച് കൃഷി ചെയ്തു. എന്നിട്ട് 6 വർഷം ചെയ്തിട്ട് 7ാമത്തെ വർഷം കൃഷി ചെയ്യരുത്. എന്താണ്? 7ാമത്തെ വർഷം മണ്ണ് വെറുതെ കിടക്കട്ടെ. ദേശത്തിന്, മണ്ണിന് വിശ്രമം വേണം, ദേശത്തിന് വിശ്രമം വേണം. എന്നും ഇങ്ങനെ കൊത്തിക്കളച്ച് കിടക്കരുത്, അത് വെറുതെ കിടക്കട്ടെ, പാഴായി കിടക്കട്ടെ. 7ാം വർഷം കൃഷി ചെയ്യരുത്. ഉടനെ ആളുകൾ പറഞ്ഞു, കർത്താവേ, കാര്യമൊക്കെ ശരിയാണ്, 7ാം വർഷം കൃഷി ചെയ്യുന്നില്ല, ഞങ്ങൾ എന്നാ തിന്നും 7ാം വർഷം? മക്കളെ പട്ടിണിക്കിടാൻ പറ്റുമോ? അപ്പൊ 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ദൈവം പറയും, അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അതായത് 6ാം വർഷം നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ, കേൾക്കുന്നുണ്ടോ? 6ാം വർഷം കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 3 ഇരട്ടി വിളവ് തരും. നിങ്ങൾ 6ാം വർഷം കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയുമ്പോൾ 3 ഇരട്ടി വിളവ് ഞാൻ തരും. 6ാം വർഷം. 6ാമത്തെ വർഷം നിങ്ങൾ ഈ 10 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ 3 ഇരട്ടി, 5ാമത്തെ വർഷം കിട്ടിയ വിളവിന്റെ 3 ഇരട്ടി വിളവ് കിട്ടും. എന്നിട്ട് 7ാമത്തെ വർഷം കൃഷി ചെയ്യേണ്ട, 8ാമത്തെ വർഷം പിന്നെയും കൃഷി ചെയ്തു. പക്ഷെ 8ാമത്തെ വർഷം തിന്നാനുള്ളതും 6ാമത്തെ വർഷം കിട്ടും, 9ാമത്തെ വർഷം തിന്നാനുള്ളതും 6ാമത്തെ വർഷം കിട്ടും. അപ്പൊ നിങ്ങൾ പക്ഷെ അതൊന്നും ഓർക്കണ്ട, നിങ്ങൾ 8ാമത്തെ വർഷം കൃഷി ചെയ്തു. ദൈവം പറയുകയാണ്, നിങ്ങൾ 6 വർഷത്തേക്ക് 8ാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും 9ാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യാം. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പിടികിട്ടിയോ? തുറന്നു പറ, പിടികിട്ടിയോ? സത്യം പറ, മനസ്സിലായോ? എന്താ മനസ്സിലായേ? ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, 6 വർഷം കൃഷി ചെയ്തു, 7ാം വർഷം കൃഷി ചെയ്യരുത്, മണ്ണ് വെറുതെ ഇടണം. അപ്പൊ ഞങ്ങൾ എന്നാ കഴിക്കും? 6ാം വർഷം ദേശം എത്ര ഇരട്ടി വിളവ് തരും? 3 ഇരട്ടി വിളവ് തരും. അപ്പൊ 7ാം വർഷം, 8ാം വർഷം, 9ാം വർഷം വരെ തിന്നാനുള്ളത് 6ാം വർഷം കിട്ടും. ദൈവം പറഞ്ഞ വാക്ക് ദൈവം തെറ്റിച്ചില്ല. ജനം കാനാൻ നാട്ടിലെത്തി, പറമ്പെല്ലാം വേലിയൊക്കെ കെട്ടി ഓരോരുത്തരും തിരിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. 6 വർഷം കൃഷി ചെയ്തു, 7ാം വർഷം വെറുതെ ഇട്ടു. 6ാം വർഷം 3 ഇരട്ടി വിളവ് കിട്ടി. വീണ്ടും അടുത്ത 6 വർഷം കൃഷി ചെയ്തു, 7ാം വർഷം വെറുതെ ഇട്ടു. 6ാം വർഷം 3 ഇരട്ടി വിളവ് കിട്ടി. വീണ്ടും അടുത്ത 6 വർഷം കൃഷി ചെയ്തു. ഇങ്ങനെ 3 ഇരട്ടി കിട്ടി മുന്നോട്ട് പോയപ്പോ മനുഷ്യൻ ആർത്തിയായി. അപ്പൊ ഒരു യഹൂദൻ ഇങ്ങനെ ചിന്തിച്ചു, 6ാം വർഷം 3 ഇരട്ടി കിട്ടി, 7ാം വർഷം കൃഷി ചെയ്താൽ വീണ്ടും കിട്ടും, 8ാം വർഷം വീണ്ടും കിട്ടും, അപ്പൊ ഇഷ്ടം പോലെ ഉണ്ടാവും, അപ്പൊ മക്കൾക്ക് വേണ്ടി ഒരു 10 ഏക്കറൂടെ വാങ്ങിക്കാം എന്ന് ചിന്തിച്ച് ആർത്തി മൂത്തിട്ട് 7ാം വർഷം സാവത്ത് ആചരിക്കാതെ 7ാം വർഷം കൃഷി ചെയ്തു. ഇത് കേട്ടോണം. അടുത്ത 6 വർഷം കൃഷി ചെയ്തു, അപ്പൊ 3 ഇരട്ടി വിളവ് കിട്ടി. ആർത്തി തീരാതെ വീണ്ടും 7ാം വർഷം കൃഷി ചെയ്തു. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെയും നിന്റെയും ജീവിതത്തിന് സ്വർഗത്തിൽ ഒരു കണക്കുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് പറയാണ്, നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിട്ടുണ്ട്. നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഒരു കണക്കുണ്ട്, എല്ലാ കാര്യത്തിനും. നിങ്ങൾ അറിഞ്ഞോ ഇത്? നിങ്ങൾ ആരും അറിഞ്ഞില്ല, മനോരമ അറിഞ്ഞില്ല, ഏഷ്യാനെറ്റ് അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. പക്ഷേ കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഇത് വിശ്വസിച്ചോ, ദൈവം അറിയാതെ ഒരു കുഞ്ഞു കാര്യം പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ദൈവം അറിയാതെ. എന്തിനാ പറയുന്നതെന്നറിയാമോ? യുവമാരി കള്ളന്മാര്, ആർത്തിക്കാര് കള്ളത്തരം കാണിച്ചു. എന്താ കള്ളത്തരം? 6 കൊല്ലം കൃഷി ചെയ്തിട്ട് 7ാം വർഷം ഭൂമി തരിശായിട്ടിടണമെന്ന് പറഞ്ഞിട്ട്
അവർ 7-ാം വർഷവും കൃഷി ചെയ്തു. അവർ വിചാരിച്ചു കർത്താവല്ലേ 5000 കാര്യം നോക്കാം, 10000 കാര്യം നോക്കാനില്ല കർത്താവിന്, ഇത് കാണത്തില്ലെന്ന് വിചാരിച്ച്. സ്വർഗത്തിലെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ നന്മയുണ്ട് തിന്മയുണ്ട്. കുമ്പസാരിച്ചേറ്റ് പറയാത്ത സകല തിന്മയും കണക്ക് പുസ്തകത്തിലുണ്ട്. കുമ്പസാരക്കൂട്ടിൽ അനുതാപത്തോടെ പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. നന്മയുണ്ട് തിന്മയുണ്ട്. അതുകൊണ്ടാണ് 56-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അലച്ചിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വെളുപ്പിനെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ കാലുകൾ ഇന്ന് എവിടെല്ലാം സഞ്ചരിച്ചു. ഇന്നിപ്പോൾ ഈ വൈകുന്നേരം രാത്രി ഇവിടെ നിന്നിട്ട് അല്ലെ ഈ ധ്യാനം കഴിഞ്ഞ് മുറി ചെന്നിട്ട് ഞാൻ ഓർക്കുകയാണ് ഇന്ന് എവിടെല്ലാമാണ് എൻ്റെ കാലുകൾ സഞ്ചരിച്ചത്. 24 മണിക്കൂർ എൻ്റെ കാലുകളാണ്, അയൽവക്കക്കാരൻ്റെ കാലല്ല, അപ്പുറത്തോൻ്റെ കാലല്ല, എൻ്റെ സ്വന്തം കാലാണ്. ആ സ്വന്തം കാല് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നവരെ എവിടെല്ലാം സഞ്ചരിച്ചെന്ന് ഞാനിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ആലോചിച്ചാൽ എനിക്കറിയാൻ പാടില്ല എവിടെല്ലാം ഈ കാല് പോയി. കർത്താവ് പറയാണ്, ഒരായുസ് മുഴുവൻ ജീവിച്ച 80 കൊല്ലം 100 കൊല്ലം 110 കൊല്ലമൊക്കെ ജീവിച്ച മനുഷ്യ, നിന്റെ അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. ആരാ ജീവിതത്തിൽ കരയാത്തത്? കരഞ്ഞിട്ടില്ലാത്ത ആരാ എൻ്റെ മുമ്പിലുള്ളത്? എത്രയോ തവണ കരഞ്ഞു. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെയുള്ള ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മനസ്സുകൊണ്ടൊരു മടക്കയാത്ര പോ. കരഞ്ഞതിന് കയ്യും കണക്കുണ്ടോ? കരഞ്ഞതൊക്കെ ആരോർത്തിരിക്കുന്നു? കരഞ്ഞതൊക്കെ ഇന്നലെ കരഞ്ഞ് ഓർക്കുന്നുണ്ടാവും, മെനഞ്ഞാന്ന് കരഞ്ഞ് ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ മാസം കരഞ്ഞൊന്നും ആരും ഓർക്കുന്നില്ല, കഴിഞ്ഞ വർഷം കരഞ്ഞത് ആർക്കൊന്നുമില്ല. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് അസാധാരണ മെമ്മറി ഉണ്ട്, അവർ ഓർത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ ആണുങ്ങളെല്ലാം എല്ലാം മറന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങി വരുമ്പോൾ സ്വർഗത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നീ കരഞ്ഞതിനും കണക്കുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നീ ചിന്തിക്കരുത് എൻ്റെ മകനെ, എൻ്റെ സഹോദര, ചേട്ടാ, ചേച്ചി, നീ ചിന്തിക്കരുത് ഇതൊന്നും ദൈവം അറിഞ്ഞിട്ടില്ലെന്ന് നീ വിചാരിക്കരുത്. ഇതെല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട്. ആ ദൈവം 845 വർഷം കാനാൻ നാട്ടിൽ ദൈവജനം ജീവിച്ചപ്പോൾ അവർ ദൈവത്തെ വഞ്ചിച്ച് സാബത്ത് വർഷം ആചരിക്കുന്നതിൽ നിന്ന് പിന്മാറി. 7-ാം വർഷം അവർ കൃഷി ചെയ്തു. സ്വർഗത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു മാലാഖ എല്ലാം എഴുതി വെച്ചു. എഴുതി വന്നപ്പോ ദൈവം കണക്ക് കൂട്ടിയപ്പോ 70 വർഷം അവർ സാബത്ത് ആചരിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്നുണ്ടോ? 70 വർഷം സാബത്ത് ആചരിച്ചിട്ടില്ല. 70 വർഷം മണ്ണ് വെറുതെ ഇട്ടിട്ടില്ല. അപ്പൊ ദൈവം പറഞ്ഞു, 70 കൊല്ലം ഭൂമിക്ക് വിശ്രമം കൊടുത്തില്ല അല്ലേ? ഒരു കാര്യം ചെയ്തു, വടക്ക് നിന്നൊരു രാജാവ് വരും, ആ രാജാവ് വന്ന് നിങ്ങളെ ആക്രമിക്കും, അടിമകളായി പിടിച്ചുകൊണ്ട് പോവും, സകല എണ്ണത്തെ ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ദേശം 70 കൊല്ലം വെറുതെ കിടക്കട്ടെ, സാബത്ത് ആചരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ പോവാതെ ദൈവത്തെ ആരാധിക്കാതെ ജോലി ചെയ്ത് ലാഭമായെന്ന് വിചാരിക്കുന്ന ദൈവത്തിന്റെ മകളെ സ്വർഗത്തിലൊരു മാലാക ഇതിന്റെ കണക്കെഴുതിയിട്ടുണ്ട്. അതായത് നീ പോകാത്ത സകല ഞായറാഴ്ചയും നീ പോകേണ്ട അവസ്ഥയിൽ ദൈവം ജീവിതത്തിൽ അവസരങ്ങൾ തരും. എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത പണിയുണ്ടാക്കുന്നു? മര്യാദയ്ക്ക് പോകുന്നതല്ലേ നല്ലത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ദിവസം, ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, കർത്താവ് വിശ്രമിച്ചു. മനുഷ്യ, നിനക്ക് വിശ്രമം ആവശ്യമുണ്ട്. മനുഷ്യ, നിന്റെ അധ്വാനത്തിൽ നിന്ന് നീ പിന്തിരിയേണ്ട ഒരു ദിവസമുണ്ട്. എല്ലാ ദിവസവും നീ കടന്ന് ഒരു കാളയെ പോലെ, ഒരു കഴുതയെ പോലെ ജോലി ചെയ്യാനല്ല നിന്റെ ജീവിതം. നിനക്കൊരു വിശ്രമം ആവശ്യമുണ്ട്. നീ വീട്ടിലിരിക്കണം. നീ തക്ക സമയത്ത് വീട്ടിൽ പോകണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ. തക്ക സമയത്ത് വീട്ടിൽ പോകണം. നീ വെറുതെ വഴി തങ്ങി നിൽക്കരുത്. നിന്നെ ദൈവത്തിന്റെ വചനം പറയുകയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ, നീ 32-ാം അധ്യായം പ്രഭാഷകൻ 32:11 ഞാൻ വായിക്കാം. തക്ക സമയത്ത് പോണം, അവസാനത്തവനാകരുത്, വേഗം വീട്ടിൽ പോണം, തങ്ങി നിൽക്കരുത്. ചേട്ടന്മാരോട് പറയുന്നതാണ്. കവലയിലൊക്കെ വീടിയും വലിച്ച് തങ്ങി നിൽക്കരുത്, വേഗം വീട്ടിൽ പൊക്കോണം. വഴിയിലെ കാര്യത്തിൽ കാണുമ്പോൾ വർത്താനം പറഞ്ഞ് അവിടെ നിൽക്കരുത്, ചീട്ടും കളിച്ച് അവിടെ നിൽക്കരുത്, കള്ളും കുടിച്ച് അവിടെ ഇരിക്കരുത്, വേഗം വീട്ടിൽ പോകണം. ഓരോ ദിവസത്തെ കാര്യം പറയാണ്. ഇതൊക്കെ എന്തിനാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? കർത്താവിന് വേറെ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ ഈ ദൈവം പറയാണ്, വൈകുന്നേരം നീ പണിയെല്ലാം കഴിഞ്ഞ് നീ അവിടെ കവലയിൽ കറങ്ങി നിൽക്കരുത്, വേഗം വീട്ടിൽ പോണം. അവിടെ ചെന്ന് സന്തോഷിച്ചോ. ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ വീട്ടിൽ ചെന്ന് നീ സ്തുതിക്കണം. മനസ്സിലായോ? അതായത് വഴി നിൽക്കരുതെന്ന്.
വർത്താനമൊക്കെ പറഞ്ഞ് കുടിയന്മാരെല്ലാം കൂടെ വഴി നിൽക്കരുത്, വേഗം വീട്ടിൽ പോകണം. എന്നിട്ട് ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ സ്തുതിക്കണം. ദൈവത്തിന് നമ്മൾ വീട്ടിൽ ചെല്ലണം, വിശ്രമിക്കണം, അലഞ്ഞു കിടക്കരുത്, ഇതൊക്കെ നിർബന്ധമുണ്ട്. ആ ദൈവം പറയുകയാണ് 6 ദിവസം നീ പണിയെടുത്തോ, 7-ാം ദിവസം നീ പണിയെടുക്കരുത്. നീ ദൈവത്തെ ആരാധിക്കണം, വിശ്രമിക്കണം, മക്കളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം, വീട്ടിൽ സമയം ചെലവഴിക്കണം. ഇതിന് നിന്റെ വീട്ടിൽ ഒരു സമയം വേണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, അതായത് ദൈവം വിശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നിങ്ങൾ ഈ സാബത്ത് ആചരിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകം, അതായത് സാബത്ത് ആചരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം എടുത്ത് വായിച്ചേ. നിയമാവർത്തനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. നീ ഈജിപ്തിൽ ദാസനായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കും. 2-ാമത്തെ കാരണം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുകയാണ്. നിയമാവർത്തനം 5:15 ദൈവം പറയുന്ന വചനം എടുത്ത് കാണിക്കുകയാണ്. ആ വചനം എന്താണ്? നീ ഈജിപ്തിൽ ഒരടിമയായിരുന്നു, ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി നിന്നെ അവിടുന്ന് മോചിപ്പിച്ചു. നീ അത് ഓർക്കണം. അതുകൊണ്ട് സാബത്ത് ആചരിക്കണം. എന്താണെന്നറിയാമോ? പിശാചിന്റെ കയ്യിൽ നിന്ന് കുരിശ് മരണത്താൽ ദൈവം നിന്നെ വിടുവിച്ചു എന്ന് നീ ഓർക്കാനാണ് സാബത്താചരണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് യേശു തൻ്റെ കുരിശ് മരണത്താൽ പാപത്തിന്റെ, പിശാചിന്റെ, ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചുവെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ 7 ദിവസത്തിൽ ഒരു ദിവസം നീ മാറ്റിയിടണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് മർമ്മമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. പല കുടുംബങ്ങളും വിടുവിക്കപ്പെടാത്തത് എന്തെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം കിടപ്പുണ്ടെന്ന് വിചാരിച്ചു. ശാപമൊക്കെ ഉണ്ട് കേട്ടോ. ശാപം കിടപ്പുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം കിടപ്പുണ്ട്, അല്ലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പാപം കിടപ്പുണ്ട്, അനുദപിക്കാത്ത പാപം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം, അല്ലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പൈശാചിക ബന്ധനം. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതായത് പാപം, ശാപം, പൈശാചിക ബന്ധനം. ഇതുണ്ടെന്ന് വിചാരിച്ചു. പാപത്തിൽ നിന്ന് മത്തായി 1:21 യേശു നമ്മളെ വിടുവിച്ചു. ഗലാത്യ 3:13-14 ശാപത്തിൽ നിന്ന് യേശു നമ്മെ വിടുവിച്ചു. കൊളോസോസ് 2:15 പൈശാചിക അടിമത്തത്തിൽ നിന്ന് യേശു നമ്മളെ വിടുവിച്ചു. ടെക്നിക്കലി, തിയറിറ്റിക്കലി, യാഥാർത്ഥ്യത്തിൽ വിടുവിച്ചു. പക്ഷെ കുടുംബം ഇപ്പോഴും അടിമത്തത്തിലാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ ശാപമില്ല, പാപമില്ല, പൈശാചിക ബന്ധനമില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും അതിനകത്താണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് നമ്മൾ വിശ്വസിക്കുകയോ അറിയുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല. തലയ്ക്കകത്തൊരു അറിവ് കിടപ്പുണ്ട്, വേദപാഠം പഠിച്ചതിൻ്റെ. ഇത് നമ്മൾ അറിയുകയോ വിശ്വസിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ മേളിൽ ഒരു ഉദാഹരണത്തിന് എന്താണ്? അമ്മയെ അധിക്ഷേപിക്കുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. വചനം പറയുന്ന ഒരു ശാപമാണത്. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവന്റെ മിഴികൾ മലങ്കാക്കകൾ കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണടഞ്ഞു പോവും. അവൻ ഇരുട്ടായിരിക്കും. അവൻ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അവൻ എന്ത് ചെയ്യണം ഒന്നും അറിയാൻ പാടില്ല. മാതാവിനെയോ പിതാവിനെയോ ധിക്കരിക്കുന്നവന്റെ മിഴികൾ മലങ്കാക്കകൾ കൊത്തിപ്പറിക്കും. അമ്മയെ അധിക്ഷേപിക്കുന്നവൻ അല്ലെങ്കിൽ അപ്പനെ അധിക്ഷേപിക്കുന്നവൻ, ഇതൊക്കെ ശാപമാണ്. ആ ശാപം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റുപറ്റി, മാതാപിതാക്കൾക്ക് കണ്ണുനീരിന് നിങ്ങൾ കാരണമായി, ഒരു തെറ്റുപറ്റി. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ആ തെറ്റിന് കുറ്റബോധം ഉണ്ടായി, പാപബോധം ഉണ്ടായി, കുമ്പസാര കൂട്ടിച്ചെന്ന പാപം ഏറ്റു പറഞ്ഞു.
ഏറ്റുപറഞ്ഞ് നിങ്ങൾ മോചനം പ്രാപിച്ചു. നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് വന്നു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. ടെക്നിക്കലി, യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ മേലുള്ള ആ ശാപം മാറേണ്ടതാണ്. പക്ഷെ പലരുടെയും മാറിയിട്ടില്ല. എന്തുകൊണ്ട് മാറിയിട്ടില്ല? നീ ഇത് അറിയുകയോ വിശ്വസിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? അത് ചെയ്യാൻ ഒരു സമയം, ഒരു സാവകാശം, ഒരവസരം ഇല്ലാതെ നീ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദേവാലയത്തിൽ വന്നതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് വിശ്വസിക്കണം. ഒരു പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ആ കുർബാന യോഗ്യതയോടെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മേൽ ശാപത്തിന് പിന്നെ ശക്തിയില്ല. ഇല്ല. എന്നിട്ടും പലരും ശാപത്തിന്റെ അടിമത്തത്തിലാണ്. കാരണം അവരിത് അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ പകുതി മുക്കാലും ആകുമ്പോഴല്ലേ വരുന്നേ. വന്നാൽ തന്നെ നമ്മൾ പറമ്പിൽ നിൽക്കുകയല്ലേ. ചെറുപ്പക്കാരാ, നിന്റെ തലവര എന്താ നേരെയാവാത്തെ? എന്താ നിന്റെ വഴി തെളിയാത്തെ? എന്താ നിന്റെ അപ്പം കിടന്ന അതേ ഗതികേടി നീ കിടക്കുന്നേ? എന്താന്ന് ഞാൻ പറയട്ടെ, നീ യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷ ഏറ്റെടുത്തിട്ടില്ല. നീ ഇപ്പോഴും പറമ്പിലാ നിൽക്കുന്നേ. നീ മനസ്സിൽ തട്ടി ഒരു കുംഭസാരം നടത്തിയിട്ടില്ല. നീ ഇപ്പോഴും ദേവാലയത്തിൽ വന്ന എങ്ങനെ നിനക്ക് പറമ്പിൽ നിൽക്കാന്ന നിന്റെ ചിന്ത. നീ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. സഭാപ്രസംഗകൻ 5:1 വചനം എന്താണെന്നറിയാമോ? ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണം. അതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ നല്ലത്. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണം. അതായത് ദേവാലയത്തിൽ വന്ന് ദൈവാരാധനയിൽ ഒരുത്തൻ ഏറ്റവും പറമ്പിൽ, ഏറ്റവും വെളിയില് എല്ലാ ആഴ്ചയും അവൻ പുറത്തേ നിൽക്കൂ എന്ന് തീരുമാനിച്ചാൽ, സഹോദര, പിണക്കമൊന്നും തോന്നരുത്. ജീവിതത്തിലും നീ ഏറ്റവും പുറകിലായിരിക്കും. കാരണം മുന്നോട്ട് വരാൻ, നിന്റെ ദൈവത്തെ ഏറ്റുപറയാൻ മുന്നോട്ട് വരാൻ നിനക്കൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നീ വിചാരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായിട്ട് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. പള്ളിയിൽ അച്ഛനൊരു കാര്യം പറയുന്നു, നമ്മളത് ഹൃദയം തുറന്ന് കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നമുക്കത് ഏറ്റെടുക്കാൻ വയ്യ. നമ്മൾ വചനം വിശ്വസിക്കുന്നില്ല. ദൈവവചനം കേൾക്കാൻ വരുന്നു, നമ്മുടെ ഈ വേദപുസ്തകം ഇല്ല. വചനം കേൾക്കാൻ വരുന്നു, നമ്മുടെ ഒരു നോട്ട്ബുക്കില്ല. എന്നിട്ട് നമ്മൾ പറയുകയാണ് ശാപമാണ്. എങ്ങനെ ശാപം മാറാതിരിക്കും? എങ്ങനെ ശാപം മാറും? എങ്ങനെ മാറും? കാരണം ഇത് സ്വീകരിക്കാൻ നിന്റെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് സ്വീകരിക്കാനായിട്ട് ഹൃദയം തുറക്ക. എൻ്റെ പൊന്നു മക്കളെ, അതുകൊണ്ട് യേശുക്രിസ്തുവിൽ പിന്നെ ശാപം ഇല്ല. യേശുക്രിസ്തുവിൽ ശാപം ഇല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് യേശുക്രിസ്തുവിൽ ശാപം ഇല്ല. എനിക്കറിയാം. അതായത് നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ച്, ഉദാഹരണമാണ്. അതായത് നിങ്ങളുടെ വല്യപ്പൻ മന്ത്രവാദിയാന്ന് വെച്ചോ. നിങ്ങളുടെ വല്യപ്പൻ മന്ത്രവാദിയാണ്. ഞാൻ അനേകം കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അതായത് അപ്പൻ്റെ അപ്പൻ, അമ്മയുടെ അപ്പൻ മന്ത്രവാദിയായിരുന്നു. അയാൾക്ക് മന്ത്രം, ആഭിചാരം, ഇതായിരുന്നു പരിപാടി. എനിക്ക് അനേകം കുടുംബങ്ങളെ അറിയാം. മക്കളിൽ അതിൻ്റെ ബന്ധനം, കൊച്ചുമക്കളിൽ അതിൻ്റെ ബന്ധനം, ഇങ്ങനെയുള്ള അനേകം കുടുംബമുണ്ട്. ഇതൊരു വശത്ത്, അതവിടെ കിടക്കട്ടെ. മറുവശത്ത് ഞാൻ പറയട്ടെ, കൊടികെട്ടിയ മന്ത്രവാദികൾ, ആഭിചാരക്കാര്, അവരുടെ കൊച്ചുമക്കള് വലിയ അഭിഷേകമുള്ള, വലിയ കൃപയുള്ള, അസാധാരണ അനുഗ്രഹമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാരണം? രണ്ടുപേരുടെയും വലിപ്പം മന്ത്രവാദിയായിരുന്നു. ഒരുത്തന്റെ തലമുറയുടെ ശാപം അവൻ പരിശുദ്ധ കുർബാനകളിൽ അഴിച്ചു, ദൈവവചനത്തിൽ അവൻ അഴിച്ചു. മറ്റവൻ അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ദേവാലയത്തിലെ ദൈവാരാധനയിൽ അവൻ അപ്പൻ്റെ അപ്പനിലൂടെ വന്ന ശാപത്തിന്റെ കെട്ട് അവൻ അഴിച്ചു. അവൻ ബോധപൂർവം ദേവാലയത്തിൽ വന്നു. അവൻ ബോധപൂർവം ദൈവത്തെ ആരാധിച്ചു. അവൻ ബോധത്തോടെ കർത്താവിന്റെ സന്നിധി പാവം ഏറ്റു പറഞ്ഞു. എന്നിട്ട് അവൻ വിശ്വസിച്ചു, ഞാൻ യേശുവിന്റെ ശരീരത്തിൽ രക്തം സ്വീകരിക്കുന്ന ആളാണ്, എൻ്റെ മേൽ ശാപമില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിത്? അടുത്തോ ഇത് കഴിഞ്ഞ് ബോണ്ടയുണ്ട്. എൻ്റെ മേൽ ശാപം ഇല്ല. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവം വിശ്രമിച്ചു, മനുഷ്യന് വിശ്രമം ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മുടെ കുടുംബങ്ങളെ വിടുവിച്ചു. ഇത് അറിയാനും ഏറ്റെടുക്കാനും വിശ്വസിക്കാനും ദേവാലയത്തിൽ വന്ന് ദൈവാരാധനയെ സംബന്ധിച്ച് വിടുതൽ പ്രാപിക്കാനുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം. മൂന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം 31 അധ്യായം 16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. പുറപ്പാട് പുസ്തകം 31 അധ്യായം 16 വാക്യത്തിൽ വായിക്കുന്നു, ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടിയുടെ
അടയാളമായിട്ടാണ് സാബത്ത് ആചരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടി. പഴയ നിയമത്തിൽ പല ഉടമ്പടിയുണ്ട്. നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുപോലെ ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ ജനവുമായി സീനായി മലയിൽ വെച്ച് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഉടമ്പടികളെല്ലാം പൂർത്തിയായത് പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥാപന വചനങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പുരോഹിതൻ പറയും, ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. പുതിയൊരു ഉടമ്പടി. ആ ഉടമ്പടി ഉണ്ടായത് യേശുവിലൂടെയാണ്. യേശുവിലൂടെ പുതിയൊരു ഉടമ്പടി ഉണ്ടായി. മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്താണ് ആ കരാറ്? നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഇതാണ് ഈ കരാർ. എല്ലാ ഉടമ്പടിയിലും ദൈവം പറഞ്ഞത് ഈ കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഉടമ്പടിയുടെ ഭാവം മാറി. ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. ഇതാണ് പുതിയ ഉടമ്പടി. ഞാൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, പുറപ്പാട് 31 പറയുകയാണ്, സാബത്ത് എന്തിനാ ആചരിക്കേണ്ടതെന്നറിയാമോ? ദൈവമേ, ഞങ്ങൾ നിന്റെ മക്കളാണെന്ന്, നീ എൻ്റെ പിതാവാണെന്ന്, ഞങ്ങൾ നിന്റെ മക്കളാണെന്ന് ദൈവജനം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതിന് നീ ദേവാലയത്തിൽ വരണം. അതായത് ഞായറാഴ്ച ഒരു വ്യക്തി ദേവാലയത്തിൽ വരുമ്പോൾ, ഇപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വെള്ളയിട്ട് വരണം, വെള്ള വസ്ത്രം ധരിച്ച്. അതിന് പറയുന്നത് സൺഡേ ബെസ്റ്റ് എന്നാണ്. സൺഡേ ബെസ്റ്റ്, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഞായറാഴ്ച. അത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവജനം വരികയാണ്. നമ്മൾ പുറപ്പാട് 19 അധ്യായം വിവരിക്കും. അവിടെ സീനായി മലയെ സമീപിക്കുന്ന സമയത്ത് എല്ലാവരും വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കണം എന്ന് ദൈവം പറയുന്നുണ്ട്. അതായത് കർത്താവിൻ്റെ ഉടമ്പടി ജനം ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഏറ്റവും നല്ല രീതിയിലാണ് വരേണ്ടത്. ചുമ്മാ കൂറ പിടിച്ച് വരരുത്. മനസ്സിലായോ? അതിൽ 15 ദിവസം ഇട്ട തുണിയായിട്ട് പള്ളി വരരുത്. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളത് ഒരെണ്ണ ഉള്ളതിൽ അത് അലക്കി വെളുപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരണം. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതാണ് വെള്ളയിക്കിട്ട് വരാൻ പറയുന്നത്. കരിങ്കൊടിയായിട്ടൊന്നും വരരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, അതായത് ദേവാലയത്തിൽ വരുമ്പോൾ, ഇന്ന് വന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വരുമ്പോൾ വെള്ള വസ്ത്രധാരികളായിട്ട്, ശുഭ്രവസ്ത്രധാരിയായിട്ട് വരണമെന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവത്തെ സമീപിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി ജനമാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഉടമ്പടി ജനം. ആ ജനം ദേവാലയത്തിൽ കർത്താവേ, ഞങ്ങൾ നിന്റെ മക്കളാണെന്ന് പ്രഖ്യാപിക്കാൻ വരികയാണ്. അതുകൊണ്ട് ഞായറാഴ്ച നീ വരുമ്പോൾ തന്നെ പിശാചിന് ഇത് മനസ്സിലാവും. പിശാചിന് വചനം അറിയാം. പിശാചിന് മനസ്സിലാവും, അയ്യോ അത് നിങ്ങൾ മക്കളാണെന്ന് അറിഞ്ഞു, ആകെ പ്രശ്നമായി. മക്കളാണെന്ന് അറിഞ്ഞ് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതാ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വരാതിരിക്കാൻ മുടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ വോണ്ടറാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുത്തുന്നത് എന്തുകൊണ്ടാ? നീ മക്കളാണെന്ന് അറിഞ്ഞാൽ അവൻ്റെ പിടുത്തായി. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ അനേക നാളുകളായിട്ട് വിളിപ്പിക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്. നമുക്ക് വിളിച്ചാലോ? അതായത് നല്ലൊരു മുദ്രാവാക്യമുണ്ട്. അത് കേട്ടാൽ തന്നെ സാത്താന് ഒരു കലി ഇളകുന്നൊരു മുദ്രാവാക്യമാണ്. അവൻ വാലും പറിച്ച് ഓടും. നമുക്ക് പറഞ്ഞാലോ? അപ്പോൾ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഭിക്ഷക്കാരല്ല. അയ്യോ, ഇതൊരു സമരമാണെങ്കിൽ ഈ സമരം ബമ്പർ പരാജയമായിരിക്കും. ഞങ്ങൾ ഭിക്ഷക്കാരല്ല. പോരായി വരുന്നേ ഉള്ളൂ, സമരത്തിൻ്റെ ഒരു ഊർജം വരുന്നേ ഉള്ളൂ. അപ്പം നല്ല വെട്ടിക്കെട്ട് പോലെ പറയണം, കൂരയൊക്കെ പൊളിഞ്ഞു പോകണം. ഉറക്കെ പറഞ്ഞ്, ഞങ്ങൾ ഭിക്ഷക്കാരല്ല. ഇനി വലത്ത് കൈ എടുക്കണം. അതെടുത്തിട്ട് ഇനി അടുത്ത മുദ്രാവാക്യം വലത്ത് കൈ കൊണ്ട് പറയേണ്ടത്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പൊ ആദ്യം ഇത് പറയണം, എന്താണ്? ഞങ്ങൾ പിച്ചക്കാരല്ല. വലത്ത് കൈ കൊണ്ട് പറയണം, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെയാണ് ഇത്. ഈ മുദ്രാവാക്യത്തിന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ റെഡി, 1 2 3. ഞങ്ങൾ ഭിക്ഷക്കാരല്ല, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഉറക്കെ വിളിച്ച്, ഞങ്ങൾ ഭിക്ഷക്കാരല്ല. അതാണ് സംഭവം. ഇത് പറയാനാണ് നീ എന്തിന് ദേവാലയത്തിൽ ഞായറാഴ്ച വരേണ്ടത്. ദൈവവും ദൈവത്തിന്റെ മക്കളും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിന്റെ പ്രഖ്യാപനത്തിനാണ് ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വരേണ്ടത്. ഇതാണ് സഭ പഠിപ്പിക്കുന്ന 3ാമത്തെ പ്രബോധനം. അതായത് ദേവാലയത്തിൽ ഞായറാഴ്ച ആചരണത്തിന് ദൈവമക്കൾ വരേണ്ടത് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നീ വരാതിരിക്കുമ്പോഴോ നീ ദൈവത്തിൻ്റെ മകനും അല്ല മകളും അല്ലെന്ന് നീ അറിയാതെ പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ചെയ്ത രക്ഷാകര ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ട് ദേവാലയത്തിൽ വരുന്നു. ഇനിയും സഭ പഠിപ്പിക്കുകയാണ്, ജോലിയുടെ അടിമത്തത്തോടും പണത്തോടുള്ള ആരാധനയോടുമുള്ള ദൈവമക്കളുടെ
പ്രതിഷേധമാണ് ഞായറാഴ്ച ആചരണം. ശ്രദ്ധിക്കാമോ? അതായത് ദൈവം പറയുകയാണ്, ജോലിയോടും പണത്തോടുമുള്ള ലോകത്തിൻ്റെ അമിതമായ അന്ധമായ ആരാധനയോടുള്ള ദൈവമക്കളുടെ സമരമാണ് ഞായറാഴ്ച ആചരണം. അതായത് ലോകത്തെ മനുഷ്യര്, അവർക്ക് പണമാണ് ദൈവം, ജോലിയാണ് ദൈവം. അപ്പൊ ദൈവമക്കൾ പറയുകയാണ്, അങ്ങനല്ല, ദൈവമാണ് ദൈവം. ഇങ്ങനെ ദൈവമക്കൾ പ്രഖ്യാപിക്കുന്നതിന്റെ അടയാളമാണ് ഞായറാഴ്ച ആചരണം. ജോലിയോടും പണത്തോടുമുള്ള ലോക മനുഷ്യന്റെ അന്ധമായ ആരാധനയോടുള്ള ദൈവമക്കളുടെ പ്രതിഷേധമാണ് ഞായറാഴ്ച ആചരണം. മനോഹരല്ലേ ഇത്? അതായത് ജോലിയല്ല ദൈവം. ഞങ്ങൾ 6 ദിവസം ജോലി ചെയ്തു, 7-ാം ദിവസം ജോലി ചെയ്യില്ല. അല്ലെങ്കിൽ ഞങ്ങൾ 6 ദിവസം ജോലി ചെയ്തു, ഈ 1-ാം ദിവസം ഞങ്ങൾ ജോലി ചെയ്യില്ല. കാരണം ഞങ്ങൾക്ക് ജോലിയല്ല വലുത്, ഞങ്ങൾക്ക് പണമല്ല വലുത്, കർത്താവാണ് വലുത്. എൻ്റെ പൊന്നുമക്കളെ, അത് പ്രഖ്യാപിക്കാനാണ് നീ വരുന്നത്. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അപ്പൊ നീ ഞായറാഴ്ച ദിവസം നേരത്തെ ദേവാലയത്തിൽ വരുമ്പോ, ദൈവത്തെ ആരാധിക്കാനായിട്ട് ദേവാലയത്തിൽ നീ കഷ്ടപ്പെട്ട് വരുമ്പോ, ദൈവം തിരിച്ചറിയും, എൻ്റെ മകൻ, എൻ്റെ മകൾ, അവൾക്ക്, അവന്, അവൻ്റെ കുടുംബത്തിന് ജോലിയല്ല വലുത്, പണമല്ല വലുത്, ഞാനാണ് വലുത്. ആ കുടുംബത്തെ ദൈവം അനുകരിക്കാതിരിക്കുമോ? ആ കുടുംബത്തെ ദൈവം ഏറ്റെടുക്കാതിരിക്കുമോ? ഇത് വിശ്വസിക്കണം. അപ്പൊ ജോലിയോടും പണത്തോടുമുള്ള ലോക മനുഷ്യന്റെ അന്ധമായ ആരാധനയോടുള്ള പ്രതിഷേധത്തിന്റെ ദിനമാണ് ഞായറാഴ്ച ആചരണം. എബ്രായ ലേഖനം ഇനി എടുത്ത് വായിക്കണ്ട, കേട്ടാ മതി. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്, കേട്ടാ മതി. എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം ദൈവം പറയുകയാണ്, നിങ്ങൾ കർത്താവിന്റെ ദിവസം, എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം, കർത്താവിന്റെ ദിവസം അടുത്തു വരുമ്പോൾ നിങ്ങളുടെ സഭായോഗങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. എബ്രായർ 10:25, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിവസം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ഭാര്യ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കണം. ശനിയാഴ്ച ആവുമ്പോൾ, വെള്ളിയാഴ്ച ആവുമ്പോഴേ, ഞായറാഴ്ച പോകണ്ടേ, കിടന്നുറങ്ങരുത്, 4 മണിക്ക് അലാറം വെക്കണം, പ്രോത്സാഹിപ്പിക്കണം. ശനിയാഴ്ച ആവുമ്പോഴേ പറയണം, അയ്യോ നാളെ പോകണ്ടേ, വെള്ളയൊക്കെ ഉണ്ടോ, വെള്ളം റെഡിയാക്കി ഇട്ടിട്ടുണ്ടോ, അത് വെള്ള വസ്ത്രം ധരിച്ച് പോകണം, കൂടുതൽ അല്ലാതെ ഞായറാഴ്ച ദിവസം നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കരുത്. കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? അപ്പോ ചിലർ സാധാരണയായി ചെയ്യാറ്, അന്നേ ഉണ്ട് ഇത്. പൗലോസ് അല്ലേ അങ്ങനെ എഴുതുവോ? അന്നേ ഇതുപോലത്തെ ജാതികളുണ്ട്. എന്താണ്? പള്ളി വരാത്ത ജാതികൾ അന്നേ ഉണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ. ഓശാനയ്ക്ക് മാത്രം വരരുത്. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി കുടിക്കാൻ മാത്രം നീ വരരുത്. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ കുടുംബത്തിൽ മക്കള്, മാതാപിതാക്കളെല്ലാം പള്ളിയിൽ പോകാൻ നിർബന്ധിക്കണം. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, സമയമില്ല അല്ലേ, പറഞ്ഞു തരായിരുന്നു. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. ഇനി ഒരു കാര്യം കേട്ടു, സഭയുടെ പ്രബോധനം അനുസരിച്ച് ഇത് ദൈവകൽപ്പനയായതുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം നിങ്ങൾ ദേവാലയത്തിൽ വരാതിരുന്നാൽ കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല. ആ കടത്തിൻ്റെ പേരാണ് ഞായറാഴ്ച കടം. യാതൊരു വെളിവില്ലാതെ 10 ആഴ്ച വരാതിരുന്നിട്ട് 11-ാമത്തെ ആഴ്ച നാക്ക് നീട്ടി കുർബാന സ്വീകരിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അച്ചോ, ഞായറാഴ്ച കടം, ഇതറിഞ്ഞിരിക്കണം. ഇത് കടമാണ്. ഇതിങ്ങനെ തലേ കിടക്കും. ഈ കടം മറ്റേ ഓർമ്മയുണ്ടല്ലോ, 70 കൊല്ലം പോയി ബാബിലോണിൽ കിടന്നത്. ഈ മേളിൽ ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്, നിന്റെ കള്ളത്തരം മുഴുവൻ കേട്ടോ, മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞായറാഴ്ച ദിവസം പള്ളി വരാതെ ആ ഒരു 2 ആഴ്ച കല്യാണത്തിനും പെരുന്നാളിനും നൂലുകെട്ടിനും പിന്നെ സകല കെട്ടിനും പോയിട്ട് അവസാനം പിറ്റേ ആഴ്ച വന്നിട്ട് എല്ലാം മിടുക്കനായിട്ട് വന്ന് കുർബാന സ്വീകരിക്കും. ഞായറാഴ്ച കടം, അത് ഓർത്തിരിക്കണം. ഇത് കടമാണ്. നിനക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ അത് എങ്ങനെയും കൊടുത്തു തീർക്കാം. ഈ കടമൊക്കെ എങ്ങനെ വീട്ടും? കടമാണ്. അതുകൊണ്ട് ഇത് കുമ്പസാരക്കൂട്ടിൽ ഒന്ന് ഏറ്റു പറയുന്നത് നല്ലതാണ്. അതായത് അനേകം ഞായറാഴ്ചകൾ പള്ളി പോയിട്ടില്ല, എന്നിട്ട് ഒരു മടിയില്ലാതെ അടുത്ത ആഴ്ച വന്നിട്ട് അത് പാപമാണെന്ന് പോലും ചിന്തിക്കാതെ കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞായറാഴ്ച കടമാണ്. നമ്മൾ ഞായറാഴ്ച ദിവസം ആചരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം തീരുമാനം എടുക്കുക. അതായത് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ സാബത്താണ്. നമ്മുടെ സാബത്ത് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ. ഇനിയും തെറ്റിദ്ധരിക്കരുത്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസമാണ് അവിടുത്തെ അവധി ദിവസം. അതുകൊണ്ട്
അവിടെ സഭ പറഞ്ഞനുസരിച്ച് അവിടെയുള്ള ആളുകൾ വെള്ളിയാഴ്ചയാണ് ഈ സാബത്ത് ആചരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവരിനി ഇതിലോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട, നിങ്ങളുടെ ദിവസം വെള്ളിയാഴ്ച. ഇത് കുടുംബം ഒരു തീരുമാനം എടുത്ത് ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 വരെ സാബത്താണ്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യണം. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബാക്കി കലാപരിപാടികളെല്ലാം നിർത്തണം. ശനിയാഴ്ച വൈകിട്ട് 6 മുതൽ പ്രാർത്ഥിച്ച് ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങണം. എല്ലാം എടുത്തു വെക്കണം. വേദപുസ്തകം, ബൈബിൾ എടുത്തു വെക്കണം, വേദപാഠ പുസ്തകം എടുത്തു വെക്കണം, നോട്ട്ബുക്കെല്ലാം എടുത്തു വെക്കണം, തുണിയെല്ലാം എടുത്തു വെക്കണം. എല്ലാം എടുത്ത് റെഡിയായി ശനിയാഴ്ച വൈകിട്ട് എല്ലാം റെഡിയാക്കി വെക്കണം. അലാറമൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഒരുക്കത്തോടൊന്ന് വന്നു നോക്കി. എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ എന്തെല്ലാം ചെയ്യണം? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ ദേവാലയത്തിൽ നേരത്തെ വരണം. പരിശുദ്ധ കുർബാനയിൽ യോഗ്യമായി സംബന്ധിക്കണം. കുമ്പസാരിക്കാൻ അവസരമുണ്ടെങ്കിൽ കുമ്പസാരിക്കണം. വേദപാഠം അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങളിൽ സംബന്ധിക്കണം. ജീവകാരുണ്യ പ്രവർത്തനം, പള്ളിയിലൊക്കെ ആളുകൾ വയ്യാതെ കിടപ്പുണ്ട്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പോയി കാണണം. അല്ലെ ഏതെങ്കിലും അഗതി മന്ദിരത്തിലൊക്കെ മക്കളെയും കൊണ്ട് പോകണം. വീട്ടിലിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ദൈവകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവഴിക്കണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. പരസ്പരം ദമ്പതിമാർ വർത്താനം പറയണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇതിനൊക്കെയാണ് ഞായറാഴ്ച. മാതാപിതാക്കൾക്ക് മക്കളെ അടുത്ത് കിട്ടുന്ന ഒരു ദിവസം, മക്കളോട് സംസാരിക്കാൻ ഒരു ദിവസം, അവർക്ക് ദൈവകാര്യം പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസം. ഇതൊക്കെയാണ് ഞായറാഴ്ച ദിവസം. അന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. അന്ന് ഒരുമിച്ച് ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കണം, പറയണം. പള്ളിയിൽ എന്താ ഇന്ന് അച്ഛൻ പ്രസംഗിച്ചെന്ന് ചോദിക്കണം. എന്നിട്ട് നീ എന്താ ഇത് എഴുതിയോ എന്ന് ചോദിക്കണം. എന്നിട്ട് അച്ഛൻ പറഞ്ഞ് നീ അനുസരിച്ചോ? പള്ളി എപ്പോഴാണ് പോയത്? നീ പള്ളി വരാൻ താമസിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഞായറാഴ്ച ദിവസം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ ഈ കൽപ്പനയൊന്ന് പാലിച്ചു നോക്ക്. ഞാനീ പറഞ്ഞ വിധത്തിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് പാലിച്ചു. എപ്പോഴെങ്കിലും കയറി വരാതെ ഇതൊന്ന് തീരുമാനം എടുത്ത് പാലിച്ചു നോക്ക്. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഞാൻ ഉറപ്പിച്ചത് ജീവരക്തം കൊണ്ട് എഴുതി തരാം. ഇതൊന്ന് പാലിച്ചു നോക്ക്. നിങ്ങളുടെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങളും എങ്ങോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, മാറിപ്പോവും. ദൈവകൽപ്പന അനുസരിക്കാൻ ഒരു വ്യക്തി തീരുമാനം എടുത്താൽ ആ കുടുംബം അനുഗ്രഹിക്കും. കേട്ടതെല്ലാം ഇന്ന് നമ്മൾ റിവൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് സാബത്ത് ആചരിക്കേണ്ടത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെ വാക്യങ്ങളിൽ ദൈവം പറഞ്ഞു എന്തുകൊണ്ടാണ് സാബത്ത് ആചരിക്കേണ്ടത്. അതിന്റെ കാരണം, ദൈവം 6 ദിവസം ജോലി ചെയ്ത് 7-ാമത്തെ ദിവസം വിശ്രമിച്ചതിന്റെ അടയാളമായിട്ടാണ്. മനുഷ്യന് വിശ്രമം ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമതായിട്ട്, നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിച്ചു. അവിടെ നമ്മൾ കണ്ടു, അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചതിന്റെ അടയാളമായിട്ടാണ് സാബത്ത് ആചരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, നമുക്ക് പാപം, ശാപം, പൈശാചിക ബന്ധനം, ഇതിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവശക്തി നിറഞ്ഞ് ഇത് തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുമ്പോഴേ പാപം ഇല്ലാതാവൂ, ശാപം ഇല്ലാതാവൂ, പൈശാചിക ബന്ധനം ഇല്ലാതാവൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാബത്ത് ആചരിക്കണം. മൂന്നാമതായിട്ട്, ദൈവം നമ്മളോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ദൈവം സ്ഥാപിച്ച ഒരു ഉടമ്പടി. ഞാൻ പറഞ്ഞു, ഉടമ്പടിയിൽ വ്യവസ്ഥ ഇങ്ങനാണ്: ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എന്റെ ജനം. പഴയ നിയമത്തിലെ എല്ലാ ഉടമ്പടിയിലും ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എന്റെ ജനം. പുതിയ നിയമത്തിലെ ഉടമ്പടിയിൽ അതിന് ചെറിയ വ്യത്യാസം വരും. ഞാൻ നിങ്ങളുടെ പിതാവ്, നിങ്ങൾ എന്റെ മക്കൾ. അപ്പോൾ നമ്മൾ സാബത്ത് ആചരിക്കാൻ ദേവാലയത്തിൽ വരുന്നത് ദൈവം നമ്മുടെ പിതാവാണെന്നും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അങ്ങനെ പ്രഖ്യാപിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവും. പിന്നീട് സഭ പഠിപ്പിക്കുകയാണ്, ജോലിയുടെ അടിമത്തത്തോടും പണത്തെ ദൈവമായി ആരാധിക്കുന്ന ലോക മനുഷ്യന്റെ സ്വഭാവത്തോടുമുള്ള നമ്മുടെ പ്രതിഷേധമാണ് സാബത്താചരണം. ദൈവമക്കളുടെ പ്രതിഷേധമാണ്. ജോലിയെ ദൈവമായിട്ട് കാണുക, പണത്തെ ദൈവമായിട്ട് കാണുക, ഇതിനെതിരെയുള്ള ദൈവമക്കളുടെ പ്രതിഷേധമാണ് സാബത്താചരണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കരുത്, മറിച്ച് ആ ദിവസം അടുത്ത് വരുന്നത് കാണുമ്പോൾ പരസ്പരം എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം. ഇതാ നമ്മുടെ സഭാ യോഗങ്ങൾ അടുത്ത് വരികയാണ്, ഞായറാഴ്ച അടുത്ത് വരികയാണ്, പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. പിന്നീട് ഞാൻ പറഞ്ഞു, ഞായറാഴ്ച കടം. അതെന്താണ് ഞായറാഴ്ച കടം? ഞായറാഴ്ച ദിവസം കടമുള്ള ദിവസമാണ്. സാബത്ത് ആചരിക്കേണ്ടത് ദൈവകൽപ്പനയാണ്. ആ ദൈവകൽപ്പന ലംഘിച്ചാൽ അത് മാരക പാപമാണ്.
ചെറിയ പാപമല്ല പള്ളി വരാതിരിക്കുന്നത്. ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിക്കാതിരിക്കുന്നത് ചെറിയ പാപമല്ല. അപ്പൊ അതുകൊണ്ട് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ അത് കുമ്പസാരി ചേറ്റു പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. ഇല്ലെങ്കിൽ അത് ഞായറാഴ്ച കടമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ദേവാലയത്തിൽ വരുന്നത് എന്തിനാണെന്ന് നമ്മൾ എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയില് ആരംഭത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ട് 116 സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങൾ. 116 സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങൾ. ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചേ. 116 സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങളിൽ എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത് എന്ന് ദൈവജനം പറയുന്നുണ്ട്. എന്തിനാണ്? കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ഇതാണ് വചനം. ശ്രദ്ധിക്കാമോ? ഇവിടെ ദൈവത്തിന്റെ ഭക്തൻ പറയുകയാണ്, എന്റെ ദൈവം എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? സത്യത്തിൽ നമ്മൾ ഓർമ്മിക്കാത്തത് കൊണ്ടാണ്, തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഓരോ ദിവസവും നമ്മുടെ മേൽ എന്തെല്ലാം ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാത്തത്. നമ്മുടെ മേൽ അസാധാരണമായ ദൈവാനുഗ്രഹങ്ങൾ ദൈവം ചൊരിയുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസത്തെയും ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളുടെ മഴ നമ്മുടെ മേൽ പെയ്യിക്കുന്നത് കൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ദൈവഭക്തൻ പറയുകയാണ്, എന്റെ മേൽ എന്റെ ദൈവം ചൊരിയുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അതിന് പകരം കൊടുക്കാൻ എനിക്ക് പറ്റുന്നത്? അദ്ദേഹം തന്നെ അതിന്റെ മറുപടി പറയുകയാണ്, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം ഉയർത്തി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർമ്മിച്ച്, അതാണ് രക്ഷയുടെ പാനപാത്രം ഉയർത്തുക എന്ന് പറഞ്ഞാൽ. പാത്രം ഉയർത്തുക എന്നല്ല. രക്ഷയുടെ പാനപാത്രം ഉയർത്തി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത, എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളെ അനുസ്മരിക്കുക, ഓർക്കുക. ഇതാണ് രക്ഷയുടെ പാനപാത്രം ഉയർത്തി എന്ന് പറഞ്ഞ അർത്ഥം. രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ഇവിടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് പറയുമ്പോ അവിടെ ഇങ്ങനെ പറയും, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, മറിച്ച് നമ്മൾ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം, ദേവാലയത്തിൽ വന്ന് കർത്താവിന്റെ ദിവസം ആചരിക്കണം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. സഭ പഠിപ്പിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്നും പ്രാർത്ഥിക്കാം. എന്റെ ദൈവം എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് വീട്ടിലിരുന്ന് നന്ദി പറഞ്ഞൂടെ? നന്ദി പറയാം. സഭ പഠിപ്പിക്കുകയാണ്, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമാണ് ഇത് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിന്റെ വരികളാണ് മതബോധന ഗ്രന്ഥം ഉച്ചരിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയുകയാണ്, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. എവിടെ? ദേവാലയത്തിൽ ഏക മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ആർപ്പുവിളികൾ ഉയരുന്നു. അവിടെ മറ്റു ചിലത് കൂടിയുണ്ട്. മനസ്സുകളുടെ ഐക്യം, ചേർച്ച, സ്നേഹത്തിന്റെ ബന്ധം, വൈദികരുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, ഇതെല്ലാം ദേവാലയത്തിൽ ഉണ്ട്. ഇതാണ് ജോൺ ക്രിസോസ്റ്റം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം. അദ്ദേഹം പറയുകയാണ്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, നീ ദേവാലയത്തിൽ വരണം. ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം. ഞാൻ സാധാരണയായിട്ട് ഇതിനെ പറയുന്നത് ഇങ്ങനെയാണ്, വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലായിടത്തും ദൈവമില്ലേ എന്നതാണ് പള്ളി വരാത്തവരുടെ ഒരു ന്യായം.
എല്ലായിടത്തും ദൈവം ഇല്ലേ? ഇല്ലേ? എന്ത് പറയുന്നു? എല്ലായിടത്തും ദൈവമുണ്ട്. ഈ പള്ളിക്കകത്ത് മാത്രമൊന്നുമല്ല ദൈവം. പള്ളി മുറ്റത്തും ദൈവമുണ്ട്, കുരിശിയുടെ ദൈവമുണ്ട്, റോഡിലും ദൈവമുണ്ട്, റോഡിനപ്പുറത്തെ ഓടലും ദൈവമുണ്ട്. ദൈവം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ന്യായവാദം നടത്തുകയാണ്, ദൈവം എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തുമുള്ള ആ ദൈവം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും എന്റെ പ്രാർത്ഥന കേൾക്കും. അദ്ദേഹത്തിന്റെ ലോജിക്ക് കറക്റ്റാണ്, അദ്ദേഹത്തിന്റെ വാദഗതി ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എല്ലായിടത്തും ദൈവമുണ്ട്, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം, അതായത് എല്ലായിടത്തും ദൈവം ഉണ്ടെങ്കിലും അതിശക്തമായ ദൈവപ്രവൃത്തി നടക്കാൻ എല്ലാ സ്ഥലവും ഒരുപോലെ നല്ലതല്ല. അതിശക്തമായ ദൈവപ്രവൃത്തി നടക്കാൻ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ വേളാങ്കണ്ണി പോയി. വേളാങ്കണ്ണി പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഞങ്ങളുടെ ജീവിതത്തിലെ അനേക നാളുകളായി നടക്കാതിരുന്ന ഒരു കാര്യത്തിൽ ദൈവം ഇടപെട്ടു. നിങ്ങൾ പറഞ്ഞത് 100% ഞാൻ വിശ്വസിക്കുന്നു, അത് സത്യമാണ്. ചിലർ പറയുന്നു, ഞങ്ങൾ ലൂർദിൽ പോയി, ഞങ്ങൾ ഫാത്തിമായി പോയി പ്രാർത്ഥിച്ചു, അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി, അവിടെ പോയി പ്രാർത്ഥിച്ചു, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. സത്യമാണത്, സത്യമാണ്. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് നമ്മുടെ വീട്ടിലില്ലാത്ത പ്രത്യേകത ഈ വേളാങ്കണ്ണിയിലുള്ളത്? എന്താണ് നമ്മുടെ വീട്ടിലില്ലാത്തൊരു പ്രത്യേകത ലൂർദിലും ഫാത്തിമയിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ഉള്ളത്? നമ്മുടെ വീട്ടിലില്ലാത്തൊരു പ്രത്യേകത അവിടെ ഉള്ളത്, അവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ആ അന്തരീക്ഷത്തിൽ ഒരു കൃപയായിട്ട് കിടപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിലില്ലാത്തൊരു പ്രത്യേകത ദേവാലയത്തിലുള്ളത്. ഉദാഹരണത്തിന് ഈ പള്ളി ആരംഭിച്ചിട്ട് ഒരു 10-50 വർഷം ആയെങ്കിൽ ഈ 50 വർഷം ഈ ആലയത്തിൽ അർപ്പിക്കപ്പെട്ട ബലികൾ, ഇവിടെ ഉയർന്ന പ്രാർത്ഥനകൾ, ഇവിടെ നിന്നുയർന്ന നിലവിളികൾ, ദൈവമക്കൾ ഇവിടെ ഒഴുക്കിയ കണ്ണുനീര്, ഇവിടെ അർപ്പിക്കപ്പെട്ട ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും, ഈ പ്രാർത്ഥനയുടെ മുഴുവൻ ശബ്ദവും ശബ്ദ തരംഗങ്ങളും ഈ അന്തരീക്ഷത്തിൽ ഒരിക്കലും നശിക്കാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ആലയത്തിൽ ഒരു വ്യക്തി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അനേക വർഷത്തെ അനേകം വ്യക്തികളുടെ ഹൃദയം തകർന്ന നിലവിളികൾ ഉയർത്തിയ ഒരു കൃപയുടെ അന്തരീക്ഷത്തിലാണ് അയാൾ തന്റെ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു ദേവാലയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി പെട്ടെന്ന് നടക്കാൻ അനുകൂലമായൊരു സാഹചര്യം ദേവാലയത്തിലുണ്ട്. വീട്ടിൽ ഇരുന്നാൽ അത് കിട്ടില്ല. ഇനി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന പലരും പ്രാർത്ഥിക്കുന്നില്ല. ഇനി പ്രാർത്ഥിച്ചാൽ തന്നെ ദേവാലയത്തിലെ ദൈവാരാധനയുടെ സ്ഥാനത്ത് ആ പ്രാർത്ഥനയെ വെക്കാൻ പറ്റില്ല. അപ്പൊ ജോൺ ക്രിസോസ്റ്റം പറയുകയാണ്, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, നീ ചെയ്യണം, അത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ദേവാലയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയിരുന്ന് കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥിക്കും. എന്തു വ്യത്യാസമാണ് ആ പ്രാർത്ഥന നമ്മുടെ എനർജി ലെവലിൽ തരുന്നതെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാവും. എന്തു വ്യത്യാസമാണത്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കുന്ന പോലെ അല്ലത്. ശക്തമായ ദൈവാനുഗ്രഹം, ദേവാലയത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവും. ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്ത് വികാരിച്ചനായിട്ടിരുന്ന സമയത്ത് പള്ളിയൊക്കെ ഒരു സാധാരണ സ്ഥലം പോലെ കണ്ടിരുന്ന ആളുകളാണ്. പള്ളി വരിക, അടിയുണ്ടാക്കുക, ബഹളം വെക്കുക, പ്രശ്നം നടത്തുക, ഇതൊക്കെ ആയിരുന്നു അവരുടെ രീതി. പിന്നെ പോലീസ്, സമരം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു പള്ളി. അപ്പൊ അവിടെ എനിക്ക് അതിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം ഒരു ബോധ്യം എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ സെഹിയോനിൽ ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടാൻ ചെന്ന ആളുകളെയും കൊണ്ട് ധ്യാനത്തിന് പോയതാണ്. അവിടെ ഞാൻ ആ ആളുകളുടെ കൂടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ദിവസം, ഞായറാഴ്ച ദിവസം ധ്യാനം തുടങ്ങുന്നത്, ഞായറാഴ്ച വൈകിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയാണ്, അച്ഛാ എനിക്ക് സാക്ഷ്യം പറയണം. ധ്യാനം തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവർക്ക് ധ്യാനം കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞുകൂടെ. ഇവിടെ ആദ്യം തന്നെ സമയം കളയാൻ വേണ്ടി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കയറി വരികയാണ്. ഞാൻ ധ്യാനം കൂടുകയാണ്.
അപ്പൊ അവിടുത്തെ അച്ഛൻ ആ സ്ത്രീയെ വിളിച്ചു. ആ സ്ത്രീ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവർ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. അവര് രാവിലെ വന്നതാണ്. അവര് പറയാണ് അവരുടെ ശരീരം നിറയെ സോറിയാസിസ് സ്പോട്ടുകൾ. സോറിയാസിസ് എന്ന് പറയുന്ന ത്വക്ക് രോഗം, അതിങ്ങനെ അഴുകി പൊട്ടി അവർക്ക് തുണി ഉടുക്കാൻ പോലും ക്ലേശകരമായ വിധത്തിൽ അവരെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന ആ രോഗം. അവരുടെ കൈ ഭാഗമുണ്ട്, കൈ വേറെ ഭാഗമുണ്ട്, തൊളി വേറെ ഭാഗമുണ്ട്. അതെല്ലാം തൂക്കി അവർ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ആ ധ്യാന കേന്ദ്രത്തിന്റെ പ്രത്യേകത, അതിന്റെ 4 ഭാഗത്തുമായിട്ട് ഒത്തിരി ചാപ്പലുകളുണ്ട്, ആരാധനാ ചാപ്പലുകളുണ്ട്. ചുറ്റുപാട് നിന്ന് അനേകര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന ആരാധനാ ചാപ്പലുകളുണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ടിലേക്ക് ഈ സ്ത്രീ കാല് കുത്തുന്നതിന് മുമ്പ് ആ സ്ത്രീ ഇങ്ങനെ പറയുകയാണ്, എന്റെ ഈശോ നടക്കുന്ന വഴികളാണ്, അതുകൊണ്ട് ഞാൻ ചെരുപ്പിട്ട് നടക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് ആ സഹോദരി ചെരുപ്പൂരി മാറ്റി വെച്ചിട്ട്, ചെരുപ്പൂരി കൈ പിടിച്ചിട്ട്, ഈ ബാഗിന്റെ എല്ലാം കൂട്ടത്തിൽ ചെരുപ്പൂരി കൈ പിടിച്ച് നടന്ന്, ശരീരം മുഴുവൻ സോറിയാസിസ് വ്രണങ്ങളാണ്, നടന്ന് അവിടെ ചെന്നു, രജിസ്ട്രേഷൻ ചെയ്തു, മുറി കാണിച്ചു കൊടുത്തു, മുറിയിലേക്ക് ചെന്നു, ബാഗ് വെച്ചു, കുറച്ചു നേരം കിടന്നുറങ്ങി. എന്നിട്ട് കുളിക്കാൻ വേണ്ടി ഈ സ്ത്രീ വേഷം മാറുമ്പോ അവരുടെ ശരീരത്തിലെ സോറിയാസിസ് വ്രണങ്ങൾ അഴുകിയിരുന്നത് മുഴുവൻ ഉണങ്ങിയിരിക്കുന്നത്, പെട്ടെന്ന് ഉണങ്ങിയിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഈ സ്ത്രീ ആ ധ്യാനത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ അനേക വർഷങ്ങളായിട്ട് ഞാൻ മരുന്ന് കഴിച്ച് ഇതിനെക്കുറിച്ച് ഭാരപ്പെട്ട് മാറാതെ ഞാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു ഈ രോഗം. ഞാൻ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തിയപ്പോ എന്റെ രോഗത്തിന് ഒരു അസാധാരണമായ മാറ്റം വന്നിരിക്കുകയാണ്. ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടിരിക്കും. ഇപ്പൊ ഞാൻ ഈ സാക്ഷ്യം കേട്ടു, ഇതെന്നെ അത് അസാധാരണമായി സ്വാധീനിച്ചു, ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, എന്റെ പള്ളിയുടെ അവസ്ഥ എന്താ? അവിടെ അടി, വഴക്ക്, ബഹളം, തോന്നിയാസം, ഇതാണ് എന്റെ പള്ളിയുടെ അവസ്ഥ. ഇപ്പോഴത്തെ പള്ളിയുടെ അല്ല, അന്നത്തെ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഓർത്തു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ധ്യാനമൊക്കെ കഴിഞ്ഞ് നല്ല തീരുമാനങ്ങളായിട്ട് ഞാൻ പള്ളി വന്നിട്ട് ഞാൻ ആ ഞായറാഴ്ച ആളുകളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ നിങ്ങളോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല, ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനം കൂടുമ്പോ ഒരു ഭയങ്കരമായ കുറ്റബോധം തോന്നി. ആ കുറ്റബോധം നമ്മൾ ഈ ദേവാലയത്തെ എങ്ങനെ ഇട്ടിരിക്കുന്നത്, വഴക്ക്, ബഹളം, കലകം, പ്രശ്നം, ഒരു ബഹുമാനം ഇല്ലാതെ. ഞാൻ പറഞ്ഞ പൊന്നു സഹോദരങ്ങളെ, ഞാൻ കാല് പിടിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ഇത് ദേവാലയമാണെന്നൊന്ന് ഓർക്കണം. ഇന്ന് നമ്മൾ ഈ കുർബാന കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ വെഞ്ചരിക്കാൻ പോവാണ്. ഇനി മാസത്തിലൊരിക്കൽ നമ്മൾ ഇതെല്ലാം വെഞ്ചരിച്ചിടും. കുടുംബനാഥന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ മദ്യവെച്ചിട്ട് ഈ കോമ്പൗണ്ടിൽ വരരുത്. നിങ്ങൾ വഴക്കിടാനും ബഹളം വെക്കാനും വരരുത്. അതിന് മുമ്പ് ഒരാഴ്ച ഞാൻ കണ്ടിരുന്നു, ഒരു സ്ത്രീ ഒരു കസേരയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് വേറൊരു കസേരയിലോട്ട് കാല് നീട്ടി വെച്ചിട്ട് ചാരി കിടന്നുകൊണ്ട് പള്ളിക്കകത്തിരുന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ സഹോദരിമാരെ, അതിന് നിങ്ങൾ ഇതിനകത്തോട്ട് വരരുത്. ഇത് നമുക്കിത് പൂജ്യമായിട്ടിടാം, നമുക്കിത് പാവനമായിട്ട് ഈ അന്തരീക്ഷത്തെ കാണാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞു, ഹൈദരാബാദിൽ നിന്ന് വന്നൊരു സ്ത്രീ ആ സെഹിയോന്റെ കോമ്പൗണ്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ അവരുടെ രോഗം മാറി, അവരുടെ രോഗത്തിന് ഭേദഗതി വന്നു. എനിക്ക് ഭയങ്കര ഭാരം വന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ ആളുകളല്ലേ, കാര്യങ്ങൾ കുറെയൊക്കെ പറയുമ്പോ മനസ്സിലാവും. അവരത് ഏറ്റെടുക്കാൻ തുടങ്ങി. സെപ്റ്റംബർ മാസം 8-ാം തീയതി 7-ാം തീയതി പെരുമഴയത്ത് ആ ജനം മുഴുവൻ ദേവാലയത്തിന്റെ അകത്തും പുറത്തും മുട്ടുമേൽ നിന്ന് ദേവാലയത്തോട് ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് കുരിശിന്റെ വഴി ചൊല്ലി. സെപ്റ്റംബർ മാസം 7-ാം തീയതി പെരുമഴയാണ്, പെരുമഴ. ആ പെരുമഴയത്ത് അനേക ആളുകള് ദേവാലയമുറ്റത്ത് ദേവാലയത്തോട് ഞങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ച് പിന്നീട് വീണ്ടും ആ ദേവാലയം വെഞ്ചരിച്ചു. പിന്നെ എല്ലാ മാസവും ദേവാലയം വെഞ്ചരിക്കും, വിശുദ്ധിയോടെ ഇടാനായിട്ട്. അത് പള്ളിയിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ബഹള സംസാരം ഒന്നും സമ്മതിക്കില്ല. അങ്ങനെ വളരെ കൃത്യതയോടെ അത് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുവയൂരിനടുത്ത് നിന്ന് ഒരു അമ്മയും മകളും കൂടി അവിടെ വന്നു. അവര് വന്നിട്ട്
തിരുനാളാഘോഷം നടക്കുകയാണ് ദേവാലയത്തില്. അവര് വന്നിട്ട് എന്നോട് പറഞ്ഞ കൗൺസിലിങ്ങിന് വന്ന് ഞാൻ പറഞ്ഞു, എന്റെ മുന്നിൽ ചേച്ചി ഇന്ന് ഞാൻ നിലം തൊടാതെ ഓടുന്ന സമയമാണ്, അവിടെ ഇരിക്കും, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ ആവുന്നതിന് മുമ്പ് ഇവര് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോവാ അച്ഛാ, പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് പിണങ്ങി പോവാ. ഞാൻ പറഞ്ഞു, എന്റെ മുന്നിൽ ചേച്ചി ഇവിടെ നല്ല തിരക്കാണെന്ന്, കുറച്ചു നേരം ഇവിടെ ഇരിക്കും, ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞില്ല, അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇത് പിണങ്ങി പോകാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ഞങ്ങള് വന്ന കാര്യം നടന്ന അച്ഛൻ എന്ന് പറഞ്ഞു, ഞങ്ങൾ പോവാ, ഇനി അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ എനിക്ക് അറിയാനൊരു കൗതുകമായി. ഞാൻ അവരോട് ചോദിച്ചു, സഹോദരി എന്താ നിങ്ങൾ വന്നേ, എന്തിനാ വന്നേ? അപ്പൊ ഈ മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞു, IAS കോച്ചിങ്ങിന് കോയമ്പത്തൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവിട്ടതാണ് മകളെ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, മാതാപിതാക്കൾക്ക് ഏക മകൾ, അപ്പൻ ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു, അമ്മ മാത്രമേ നാട്ടിലുള്ളൂ. അമ്മ കോയമ്പത്തൂർ കൊണ്ടുവന്നാക്കി. അവിടെ ആ കോളേജിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു, മകളെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മകള് ആഹാരമൊന്നും കഴിക്കാതെ നിരാഹാരം കിടപ്പാണ്, ജീവൻ വേണമെങ്കിൽ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. രാഖ്യരാമാൻ അമ്മ വണ്ടി കയറി കോയമ്പത്തൂർ ചെല്ലുമ്പോ മരണാസന്ന നിലയിലായി കുട്ടി. ഹോസ്പിറ്റലിലേക്ക് മാറ്റി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് ചോദിച്ചിട്ട് ആർക്കും ഒന്നും അറിയാൻ പാടില്ല. കോളേജ് അധികാരികൾക്കോ സഹപാഠികൾക്കോ അറിയാൻ പാടില്ല എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. എന്തോ ഒരു മാനസിക പിരിമുറുക്കം, ഒരു ഭയം. എനിക്ക് പഠിക്കണ്ടെന്ന് ആ കുട്ടി പറയുന്നത്. എന്നെ ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകണം, എനിക്ക് IAS IPS ഒന്നും ആവണ്ട, ഞാൻ നിങ്ങൾക്ക് വീട്ടിലൊരു ഭാരമാണെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പൊക്കോളാം. ഇങ്ങനെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന കുട്ടിയെ വണ്ടി പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. അത്യാവശ്യം അവളുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് എഴുന്നേറ്റ് നടക്കാറായപ്പോ ആരോ പറഞ്ഞനുസരിച്ച് അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് സാഹചര്യം. അപ്പൊ ഞാൻ തിരക്കിലായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഈ അമ്മ വന്ന് ദേവാലയത്തിനകത്ത് കയറിയിട്ട് ഏറ്റവും മുമ്പിൽ അമ്മ ഒരു കസേര ഇട്ടിരുന്നു. ഈ മകൾ ഏറ്റവും പുറകിൽ ഒരു കസേര ഇട്ടിരുന്നു. സമയം കഴിയുമ്പോ, കുറച്ചു നേരം കഴിയുമ്പോ ഈ കുട്ടി പതുക്കെ കസേരയായിട്ട് അടുത്ത് വന്ന് അമ്മയുടെ അടുത്തിരുന്നു. അമ്മയുടെ അടുത്തിരുന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മ നമുക്ക് പോവാം. അമ്മ എന്തിനാ കരയുന്നത്? അമ്മ കരയുന്നത് എന്തിനാ നിനക്ക് അറിഞ്ഞൂടെ? അമ്മ നമുക്ക് പോവാം, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട, അടുത്ത തിങ്കളാഴ്ച എന്നെ കോയമ്പത്തൂർ കൊണ്ടുപോയി വിടണം, ഞാൻ പഠിക്കാൻ പോവാ. അപ്പൊ ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഈ ദിവസങ്ങളായിട്ട് ഇവളോട് മല്ലടിച്ചുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അതായത് ഇവൾ ഒരു കാരണവശാൽ ഇനി തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. എന്താണ് ഈ പള്ളിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം? ഇതിനകത്ത് കയറി ഒരു 10-20 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് മാറ്റം വരികയാണ്. സത്യത്തിൽ എനിക്ക് കൗതുകമാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, ഈശോ ഉണ്ട്, ഈശോ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ബോധ്യം ശക്തമാവാൻ തുടങ്ങി. അതായത് നമ്മൾ ദേവാലയ പരിസരത്തെ വിശുദ്ധിയോടെ ഇടുമ്പോ ആ കോമ്പൗണ്ടിലേക്ക് കാലുകുത്തുന്ന വ്യക്തികൾക്ക് കർത്താവിന്റെ സൗഖ്യവും വിടുതലും വരുന്നത് ഞാൻ കാണാൻ തുടങ്ങി. ഇഷ്ടംപോലെ അനുഭവം എന്റെ മുമ്പിലുണ്ട്. ഒരു കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോ, ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു അപ്പനും അമ്മയും ഒരു മകളും കൂടെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ ആ മാതാപിതാക്കൾ വന്നിട്ട് കുർബാന കഴിഞ്ഞപ്പോ പറഞ്ഞു, അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി മുഴുവൻ അമ്മ ഉറക്കം കിട്ടുന്നില്ല. അമ്മയ്ക്ക് എന്താ ഉറക്കം കിട്ടാത്തത്? മകളുടെ കല്യാണം നടക്കുന്നില്ല, അതിനെക്കുറിച്ച് ആകുലതയാണ്. നല്ല കുട്ടിയാണ്, അവൾക്ക് കല്യാണം നടക്കുന്നില്ല. എന്താ കല്യാണം നടക്കാത്തത്? ഇവൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോഴാണ് ഈ കുട്ടി അവളുടെ കൈ ഇങ്ങനെ തുറന്നു കാണിച്ചത്. കൈ കണ്ടാൽ നമ്മൾ നടുങ്ങും. ശരിക്കും അഴുകിയിരിക്കുന്ന ഒരു കൈ, 2 കൈ അഴുകിയിരിക്കുകയാണ്. ഒരു പ്രത്യേക സ്കിൻ ഡിസീസാണ് ഈ കുട്ടിക്ക്. ഈ രോഗം എന്തെല്ലാം ചികിത്സിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഇവര് കല്യാണാലോചനകൾ വരുമ്പോ ഈ കൈയുടെ പ്രശ്നം പറയുമ്പോൾ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് മാറിപ്പോ. കാരണം അത് കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നുന്ന അതുപോലെ അഴുകിയിരിക്കുകയാണ് കൈ, 2 കൈയും ഈ കുട്ടിയുടെ. ഒരു കുഴപ്പമില്ല, ഈ കൈ ഇങ്ങനെ പാത്തു വെച്ചാൽ കല്യാണം നടക്കും, പക്ഷെ കൈ തുറന്നു വെച്ചാൽ കല്യാണം നടക്കത്തില്ല. അതാ അവസ്ഥ. ഇപ്പൊ ദേവാലയത്തിൽ വന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ദേവാലയത്തിൽ ഒരു നേർച്ചയുണ്ട്, അരിയാണ് ഇവിടുത്തെ നേർച്ച. അവിടെ അന്ന് തുടങ്ങിയ ഒരു നേർച്ചയാണ് അരി. ഇവിടെ 10 കിലോ അരി ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് ഈ പള്ളി കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ മുട്ടുമേ നിന്ന്, ദൈവമേ ഇതൊന്ന് എടുത്തു മാറ്റും. ഒരു നേർച്ച, അവരുടെ ഒരു സമർപ്പണം, അത് കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരിങ്ങനെ ഒരു ചാക്ക് അരി വാങ്ങിച്ചുകൊണ്ട് വന്നു, അരി അവിടെ കൊണ്ടുവച്ചു, അവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയുടെ 2 കരങ്ങൾ സൗഖ്യപ്പെട്ടു. വളരെ വേഗത്തിൽ അവിടെ കല്യാണം നടന്നു. ഇങ്ങനെ ഞാൻ പറയുന്നത്, ദേവാലയം വിശുദ്ധമായിട്ട് ഇടുമ്പോ ആ ദേവാലയത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞപ്പോഴേ ഇത്രയും പറഞ്ഞെന്നറിയാമോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാ പോരാ,
കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ, ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ദേവാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ സഭ വീണ്ടും പഠിപ്പിക്കുകയാണ്, ഞായറാഴ്ചകളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നതിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ സഭ പഠിപ്പിക്കും. ഞാൻ വചനത്തിലേക്ക് പോവാം, അതിനു മുമ്പ് ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട്. സഭ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: പാരമ്പര്യം ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു. പാരമ്പര്യം ഒരു പ്രബോധനം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്താണത്? നേരത്തെ ദേവാലയത്തിൽ വരിക. സഭ പഠിപ്പിക്കുകയാണ് ഞായറാഴ്ച ആചരിക്കേണ്ടത് എങ്ങനെയാണ്. നേരത്തെ ദേവാലയത്തിൽ വരിക, കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക. 1, നേരത്തെ പള്ളി വരിക. 2, പാപങ്ങൾ ഏറ്റുപറയുക. 3, പ്രാർത്ഥനകൾ വഴി പ്രായശ്ചിത്തം ചെയ്യുക. പള്ളി വരുമ്പോൾ ചെയ്യേണ്ടതാണ്. പ്രാർത്ഥനകൾ വഴി പ്രായശ്ചിത്തം ചെയ്യുക, പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക. വിശുദ്ധവും ദൈവികവുമായ ആരാധനയിൽ സന്നിഹിതരായിരിക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. നിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കുക, പാതി വഴി പോവരുത്. സമൂഹത്തെ പിരിച്ചു വിടുന്നത് വരെ പുറത്തു പോകാതിരിക്കുക. വൈദികൻ സമൂഹത്തെ പിരിച്ചു വിടും, പൊകളാൻ പറഞ്ഞു, കൈമുത്തി പറഞ്ഞു വിടും. അതുവരെ പുറത്തു പോകാതിരിക്കുക. പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവ് സൃഷ്ടിച്ച ദിവസം. നമുക്ക് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഞായറാഴ്ച ആചരണം കൃത്യമായിട്ട് നടക്കണം. ഞാൻ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ കുറച്ച് വചനഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അതായത് സാബത്ത് കൃത്യമായി ആചരിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ സാബത്ത് ആചരണം കൃത്യമായി നടക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ചില വചനഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ശക്തമായ ചില വെളിപ്പെടുത്തലുകൾ യെശയ്യാ പ്രവചനത്തിൽ കർത്താവ് തരുന്നുണ്ട്. നമ്മൾ അത് വായിക്കുന്നത് യെശയ്യാ പ്രവചനം 58-ാം അധ്യായം. തുറന്നേ, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം. യെശയ്യാ 58:13 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. യെശയ്യാ 58:13 മുതൽ. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. 1, അതായത് സാബത്തിനെ ചവിട്ടി മെതിക്കരുത് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ തിങ്കളാഴ്ച ദിവസം പോലെ കാണരുത്. സാബത്തിനെ ചവിട്ടി മെതിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റു ദിവസം പോലെ ഒരു ദിവസമായിട്ട് അതിനെ കാണരുത്. മറ്റ് ദിവസത്തെക്കാൾ വില കുറച്ച് കാണരുത്. ഉദാഹരണത്തിന്, എല്ലാ പണിയും ചെയ്യാനുള്ള ദിവസം ഞായറാഴ്ച, എല്ലാ ലോകത്തുള്ള സകല പണിയും വീട്ടിലെ പണിയും ചെയ്യിപ്പിക്കാനുള്ള ദിവസവും ഞായറാഴ്ച. കർത്താവ് പറയാണ്, സാബത്തിനെ ചവിട്ടി മെതിക്കരുത്. എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയണം. സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി നീ കണക്കാക്കണം. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് വരേണ്ടതാണ്. അതായത് ഞായറാഴ്ച ദിവസം അടുത്ത് വരുമ്പോഴേക്കും അത് എത്രമാത്രം വിശുദ്ധവും ബഹുമാന്യവുമായ ഒരു ദിനമാണെന്ന് നേരത്തെ നമ്മുടെ മനസ്സിൽ ഒരു മനോഭാവം ഉണ്ടാവണം. സാബത്തിന് വിശുദ്ധിയോടെ. ഞാൻ ഇരുന്ന ഒരു ഇടവകയില്, അത് ഞാൻ ഒരൊറ്റ സ്ഥലത്ത് ഒരാളിലെ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും കണ്ടിട്ടില്ല. ആളുകളില്ലെന്നല്ല, ഒരമ്മച്ചി വിശുദ്ധ കുർബാന പിറ്റേന്ന് സ്വീകരിക്കാൻ വേണ്ടി ശനിയാഴ്ച അത്താഴം കഴിക്കില്ല. ശനിയാഴ്ച ഉച്ച കൊണ്ട് ഭക്ഷണം അവസാനിപ്പിക്കും. ശനിയാഴ്ച രാത്രി ഒന്നും കഴിക്കില്ല. പിന്നീട് പരിശുദ്ധ കുർബാന ഭക്ഷിച്ച് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരു അമ്മച്ചി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞായറാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അമ്മച്ചിക്ക് ആഴ്ച ഒരിക്കൽ മാത്രമേ വരാൻ പറ്റൂ. മക്കളെ ആ സമയത്തെ കൊണ്ടുവരൂ, എല്ലാ ദിവസവും കൊണ്ടുവരാൻ പറ്റില്ല, വയ്യാത്ത അമ്മച്ചിയാ. പക്ഷെ ശനിയാഴ്ച രാത്രി അത്താഴമില്ല. ഞായറാഴ്ച വിശുദ്ധ കുർബാന ഭക്ഷിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ആ ദിവസത്തെ ഈ അമ്മ വളരെ ബഹുമാന്യമായി കണക്കാക്കി. അതായത് സാവത്തിനെ ബഹുമാന്യമായിട്ട് കണക്കാക്കി, സന്തോഷദായകമായിട്ട് കണക്കാക്കി. അതായത് പള്ളി എന്തുമാത്രം ഹൃദയം സന്തോഷത്തോടാണ് ദേവാലയത്തിൽ വരുന്നത്. ഞാൻ അമ്മച്ചിക്ക് അവിടെ പുറകെ കൊണ്ടുപോയ കുർബാന കൊടുത്തോണ്ടിരുന്നത്. ഈ നടന്നു വരാൻ പറ്റാത്തത് കൊണ്ട് ഈ വിശുദ്ധ കുർബാനയൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്വർഗം കിട്ടുന്ന സന്തോഷത്തിലാണ് കുർബാന സ്വീകരിക്കുന്നത്. നമ്മൾ കുർബാനയൊക്കെ സ്വീകരിക്കാൻ വരുന്നത് എങ്ങനെയാ നമുക്കറിയാം. അപ്പൊ അതായത് അത് ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്ന രീതി, കുർബാനയോട് കാണിക്കുന്ന ഒരു ഭക്തി, അതൊക്കെയാണ് ഈ ആളുടെ ഉള്ളില്
ഈ കാര്യം കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അടയാളം. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കണം. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും. അന്നത്തെ ദിവസം നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാനുള്ള ദിവസമല്ല. 6 ദിവസം നീ നിന്റെ ഇഷ്ടം അനുസരിച്ച് നടന്നു. 7-ാം ദിവസം ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിക്കാനുള്ള ദിവസമാണ് 7-ാം ദിവസം, അല്ലെങ്കിൽ ആഴ്ചയുടെ 1-ാം ദിവസം. സാബത്തിനെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും. സ്വന്തം വഴിയിലൂടെ നടക്കരുത്, നിന്റെ താല്പര്യം അന്വേഷിക്കരുത്. ഇന്ന് ഞായറാഴ്ച പിക്നിക്ക് പോവാം, അല്ലെ നമുക്ക് ഞായറാഴ്ചയിലെ നമുക്ക് എല്ലാവർക്കും കൂടെ കാഴ്ചവങ്ങളായി പോവാം. അങ്ങനെ പോകാനുള്ള ദിവസമല്ല ഞായറാഴ്ച ദിവസം. സാബത്താചരണത്തിൽ നിന്റെ താല്പര്യം അന്വേഷിക്കരുത്. വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടരുത്. അതായത് വെറും വാക്ക് പറഞ്ഞു നടക്കേണ്ട ദിവസമല്ല ഞായറാഴ്ച ദിവസം. അന്ന് ആളുകൾ സീരിയസ് ആയിരിക്കണം. അന്ന് പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടരുത്. എനിക്കറിയാം അനേക ആളുകൾ പള്ളി വരാത്തത് ഓരോരുത്തരുടെ വായിൽ നിന്ന് വന്ന വർത്തമാനത്തിന്റെ ഫലമായിട്ടാണ്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്താണ്? ചിലർ പള്ളിയിലേ വരുന്നില്ല. വരാത്തതിന്റെ കാരണം എന്താണ്? ചില ആളുകളുടെ വർത്തമാനത്തിന്റെ ഫലമായിട്ടാണ്. ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, വെച്ചാ ഞാൻ അടുത്ത ആഴ്ച പോലെ പള്ളി വരുന്നില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാള് ഭയങ്കര ഉറക്കെ പാടുന്ന ആളാണ്. താളവും സംഗതിയും ഒന്നും ഇല്ലാത്ത ആളാണ്. വരുന്ന പോലെ അങ്ങ് പാടുക. അയാൾ ഉറക്കെ പാടുന്ന ആളാണ്. അപ്പൊ അവിടുത്തെ സംഗീത കോകിലങ്ങളുണ്ട്, ഗാന കോകിലങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കോകിലങ്ങളെല്ലാം കൂടി ഇയാളോട് വന്ന് പറഞ്ഞു, ഇങ്ങനൊന്നും പാടരുതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പാടാൻ അറിയും. 3 ഉദാഹരണം മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു. ഒന്ന്, അയാൾ ഒരു മരത്തെ കയറി അതിന്റെ കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടായിരുന്നു, കണ്ടില്ല. അങ്ങനെ ഷോക്ക് അടിച്ച് മരത്തേലിരുന്നു. ഷോക്ക് അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ച് ഇയാളെ മരിച്ചു എന്ന് വിചാരിച്ച് അവിടെ കറണ്ട് അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അയാൾ പറയാണ്, ആരാണ്ട് വന്ന് ഒരു ചവിട്ടി ഞാൻ താഴെ വീണെന്ന് പറഞ്ഞു. ആരാ അത് മാലാകയാന്ന് പറഞ്ഞു ചവിട്ടി താഴെ വീണത്. ഇയാൾ പറയുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. കാരണം അയാളെയല്ലേ ഷോക്ക് അടിച്ചത്, അയാളെയല്ലേ ചവിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അയാൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കുകയാണ്. അയാൾ പറഞ്ഞ ആരോ ചവിട്ടി താഴെ ഇട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു. അയാള് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വാനിൽ പോകുന്ന സമയത്ത് ആ വാൻ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് പോയി. ഒരു പരുക്ക് പോലും ഇല്ലാതെ ഇയാൾ രക്ഷപ്പെട്ടു. തൊഴിലുറപ്പിന് കുറെ സ്ത്രീകളെല്ലാം കൂടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴയാണ്. ഇയാൾ എന്നിട്ട് നിങ്ങൾ ഈ മഴയത്ത് നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു മരം ഒടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അപ്പൊ എല്ലാവരോടും ഓടി അടുത്ത് കണ്ട ഒരു മാടത്തിലേക്ക് കയറി നിന്നപ്പോ കറക്റ്റ് ഇതിന്റെ മേളിൽ കൂടെ ആ സാധനം വന്ന് വീണു. ഇയാളൊരു പരിക്കും ഇല്ലാതെ രക്ഷപ്പെട്ടു. ഇയാൾ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നോട് പറയാണ്, അച്ഛൻ എന്നെ ദൈവം ഇങ്ങനെയാണ് രക്ഷിക്കുന്നത്. കോകിലങ്ങൾക്ക് അതെല്ലാം അറിയാവോ? എന്നെ ദൈവം ഇങ്ങനെയാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറക്കപ്പാടും. നമ്മൾ പറഞ്ഞില്ലേ 116 സങ്കീർത്തനം 12, 13, 14. എന്റെ ദൈവം എന്റെ മേച്ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്. പാടിക്കേ. നാഥാ നിന്നൂടെ ദാനങ്ങൾ എന്തെങ്ങേക്കായി നൽകിടും ഞാൻ നിൻ ഹിതമതുപോ അഖില ജന സവിധം ഞാനൻ. നമ്മളിത് പാടുന്നത് പറഞ്ഞ നാഥാ നിന്നൂടെ ഇങ്ങനെ പാടുന്നത്. അവൻ പാടുമ്പോ അവൻ എന്താ പാടുന്നത്? അവൻ എങ്ങനെ പാടുന്ന അറിയാം? അവൻ പാടുന്ന പറഞ്ഞാൽ നാഥ, അവൻ ഓർക്കുന്നത് എന്താ? മരത്തേല് ചത്തിരുന്നാണ് അവൻ ഓർക്കുന്നത്. അവൻ ഈ വണ്ടിക്കകത്ത് ചാവാനിരുന്ന സ്ഥലം അവൻ ഓർക്കുന്നത്. നമുക്കിത് അന്നേരം ഓർക്കുമ്പോ നാഥ ഇറച്ചിക്കട പൂട്ടുമെന്നാണ് നമ്മുടെ വിഷമം. മനസ്സിലാവുന്നുണ്ടോ ഇത്? അതായത് എന്റെ ദൈവം. അപ്പൊ ഇവൻ പറയാണ്, അച്ഛൻ ഞാൻ അതുകൊണ്ട് ഉറക്കെ പാടും, അതുകൊണ്ട് എന്നെ പാടാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ പള്ളി പോവാന്ന്. ഞാൻ പറഞ്ഞ് വേറെ പള്ളിയിലെങ്ങാനും പോയാൽ നിന്നെ ശരിയാക്കി കളയും. കോകിലങ്ങളുടെ വാ ഞാൻ അടപ്പിച്ചോളാം, നീ പേടിക്കണ്ടെന്ന് പറയും. അതായത് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ വ്യർത്ഥ ഭാഷണത്തിൽ, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇവൻ പള്ളി വരുന്നില്ല. കാരണം എന്താ? ഇവര് പറയാണ്, നീ ഇങ്ങനാണോ പാടുന്നത്? നിന്റെ പാട്ട്
വ്യർത്ഥ ഭാഷണം. പള്ളി വരുമ്പോൾ ഓരോ വാക്കങ്ങ് ചുമ്മാ അങ്ങ് വായി തോന്നുന്നങ്ങ് പറഞ്ഞോളൂ. പറഞ്ഞു പിന്നെ അവര് പിന്നെ പള്ളി വരത്തില്ല. ഇത്രയോ പേര് ഇവിടെ കാണും ഇഷ്ടം പോലെ അങ്ങനെ പള്ളി വരാത്തവര്, ഒരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വരാത്തവര്. വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടരുത്, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. കേട്ടോ? അപ്പൊ സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ചാൽ, സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കണം. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കണം. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബം തകർന്നു കിടക്കാൻ ദൈവം ഇടയാക്കില്ല. നിന്റെ മക്കൾ നശിച്ചു കിടക്കാൻ ദൈവം ഇടയാക്കില്ല. ലോകത്തെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ദൈവം നിന്നെ സവാരി ചെയ്യിക്കും. അപ്പൊ സാബത്തിനെ വിശുദ്ധമായിട്ട് ആചരിക്കണം. വീണ്ടും നമ്മൾ കാണുകയാണ് യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിൽ. യെശയ്യാ 56-ൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സാബത്ത് 2-ാമത്തെ വാക്യം, സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. 7-ാമത്തെ വാക്യം, ഞാൻ എന്റെ വിശുദ്ധഗിരിയിലേക്ക് അവരെ കൊണ്ടുപോകും, എന്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് സന്തോഷം നൽകും. എന്റെ വിശുദ്ധഗിരിയിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും, എന്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് സന്തോഷം നൽകും. അതായത് ഞായറാഴ്ച ആചരണം നിങ്ങളുടെ കുടുംബത്തില്, എനിക്കറിയാം ചില മനുഷ്യര് ശനിയാഴ്ച വൈകിട്ട് 6 ആയാൽ പിന്നെ ഞായറാഴ്ച 6 മണി വരെ അവരുടെ മൊത്തത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമാണ്. അങ്ങനെ വിശുദ്ധമായിട്ട് സാബത്ത് ആചരിക്കുന്ന കുടുംബങ്ങളെ ദൈവം പറയുകയാണ്, എന്റെ പ്രാർത്ഥനാലയത്തിൽ വെച്ച് ഞാൻ അവർക്ക് സന്തോഷം നൽകും. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. യെശയ്യാ 66:12 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ 66:12 മുതൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ജെറുസലേം എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയം. ദേവാലയത്തിൽ വെച്ച്, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണിത്, എന്റെ പ്രാർത്ഥനാലയത്തിൽ വെച്ച് ഞാൻ അവർക്ക് സന്തോഷം നൽകും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തെരഞ്ഞെടുത്ത സ്ഥലമാണ് ദേവാലയം. അവിടെ സാബത്ത് ആചരിക്കാൻ വരണം. മക്കബായരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. 2 മക്കബായർ 5:19 ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് കേട്ടോ? നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതൽ, നിങ്ങളുടെ മക്കളുടെ ഐശ്വര്യം, നിങ്ങളുടെ കണ്ണുനീരിന് ആശ്വാസമെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദൈവം കെട്ടി ഉയർത്തിയ ദേവാലയങ്ങളിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. 2 മക്കബായർ 5:19 പറയുകയാണ്, കർത്താവ് ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ദൈവമക്കൾക്ക് ദൈവത്തെ ആരാധിക്കാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ ദേവാലയം. ഇപ്പൊ ഈ ആലയത്തിലേക്ക് വരണം. എപ്പോഴെങ്കിലും വന്നാ പോരാ, നിന്റെ ഇഷ്ടം ചെയ്താ പോരാ. ദൈവം പറയുകയാണ്, നേരത്തെ വരണം. സഭാപ്രസംഗൻ 5:1 പറയുകയാണ്, പുറകെ പോയി നിൽക്കരുത്, മുമ്പിലേക്ക് വരണം. ദൈവം പറയുകയാണ്, നീ വഴി തങ്ങി നിൽക്കരുത്, നീ ഏറ്റവും പുറകെ പോയി നിൽക്കരുത്, പറമ്പിൽ നിൽക്കരുത്, ഗ്രൗണ്ടിൽ നിൽക്കരുത്, നീ ഏറ്റവും മുമ്പിലേക്ക് വരണം. കർത്താവിനെ കേൾക്കാൻ സൂക്ഷ്മതയോടെ അടുത്ത് വരണം. അടുത്ത് വരുമ്പോ ദൈവാനുഗ്രഹങ്ങള് നമ്മിലേക്ക് ചൊരിയപ്പെടും. അപ്പൊ ഈ ആലയത്തിലേക്ക് വരാൻ തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കണം. ഞായറാഴ്ചകൾ മുടക്കില്ല, ഞായറാഴ്ച കടം ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് തീരുമാനിക്കണം. കർത്താവിന്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ ഞാൻ മുടങ്ങാതെ എത്തും എന്ന് തീരുമാനം എടുക്കണം. എപ്പോഴെങ്കിലും വന്നാ പോരാ, നേരത്തെ വരണം. നേരത്തെ വരണം. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. താമസിച്ച് വരുന്നതാണ് വരാതിരിക്കുന്നതിലും നല്ലത്. പക്ഷെ ദൈവകാര്യത്തിന് അത് തെറ്റാണ്. ബെറ്റർ നെവർ ദാൻ ലേറ്റ്. താമസിച്ച് വരുന്നതിലും ഭേദം വരാതിരിക്കുന്ന. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ആലയത്തിൽ നേരത്തെ വരണം.
ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, കർത്താവിന്റെ വചനം കേൾക്കണം, അതുപോലെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വരണം. സീനായി മലയെ ദൈവജനം സമീപിക്കുന്ന സമയത്ത് കർത്താവ് ആദ്യം കൊടുക്കുന്ന നിർദ്ദേശം ജനത്തോട് പോയി കുളിക്കാൻ പറയുക, എന്നിട്ട് അവരുടെ വസ്ത്രങ്ങൾ അലക്കാൻ പറയുക. അതായത് നമ്മൾ പാവപ്പെട്ടവരാണ്, ഒരുപാടൊന്നും ഇല്ല, വേണ്ട, ഉള്ളത് അലക്കി വൃത്തിയായിട്ട് ദേവാലയത്തിൽ വരണം. സൺഡേ ബെസ്റ്റ്, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങള് ഒരാളെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് എങ്ങനെയും കുറവ് പിടിച്ച് നിൽക്കുവോ? നിക്കത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഒരു കുടുംബം വന്നു, വിദൂരത്തിൽ നിന്ന് വന്ന സമയത്ത് ഞാനിങ്ങനെ ചായപാത്രമായിട്ട് നിൽക്കുകയാണ്, കയ്യിലേക്ക് കൊടുത്ത് ചായപാത്രമായിട്ട് നിൽക്കുകയാണ്. അവർ വിചാരിച്ചാണ്, ദൈവമേ ഇത് എന്തൊരു മനുഷ്യനായത്, ചായപാത്രം. ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ചായ ഇടാൻ കെറ്റിലുമായിട്ട് നിൽക്കുകയാണ്. അപ്പോ ദൈവത്തിന് മുമ്പിൽ നമ്മൾ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സൺഡേ ബെസ്റ്റ്, ദേവാലയത്തിൽ വരണം, നേരത്തെ വരണം, ദൈവാരാധനയെ സംബന്ധിക്കണം, പ്രാർത്ഥനകളെല്ലാം ചൊല്ലണം, ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. അപ്പൊ ദൈവ തിരുനാൾ ആഘോഷത്തിന് സാബത്ത് ആചരിച്ച് അനുഗ്രഹം പ്രാപിക്കണം. സാബത്തിനെ അശുദ്ധമാക്കാതിരുന്നാൽ കുടുംബങ്ങൾ ഉയരും. ദേവാലയത്തിൽ കൃത്യമായിട്ട് പോയാൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു കുടുംബം പോലും നശിച്ചിട്ടില്ല. ഞാൻ അമേരിക്ക ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞു, എന്തിനാ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കും പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ തമാശ പറയാം, അച്ഛൻ പ്രാർത്ഥിക്കച്ചാ. ഞാൻ പറഞ്ഞു, ചേട്ടന് എന്താ ചെയ്യുന്നേ, എവിടെ നാടൊക്കെ പറഞ്ഞു, എന്താ ചെയ്യുന്നേ? അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനൊരു കമ്പനിയിലെ ഈ കാർഡ് എടുത്ത് കാണിച്ചു, ഒരു വലിയ ഉദ്യോഗസ്ഥൻ. ചേട്ടൻ എന്നാ ശമ്പളം കിട്ടും? ശമ്പളം കേട്ട എൻ്റെ തല ഇറങ്ങി, ഭയങ്കര ശമ്പളം. ഞാൻ പറഞ്ഞു, ഇനി എന്തിനാ ഇംഗ്ലീഷ് പറയുന്നേ? അയാൾ പറഞ്ഞു, അച്ഛാ ആരും അറിയണ്ട, ഞാൻ 10ാം ക്ലാസ് തോറ്റാന്ന് പറഞ്ഞു. നാട്ടില് 10ാം ക്ലാസ് തോറ്റ ഈ മനുഷ്യൻ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 10ാം ക്ലാസ് തോറ്റ ഈ മനുഷ്യൻ വലിയൊരു കമ്പനിയുടെ വലിയ ശമ്പളം വാങ്ങുന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ. അയാൾ പറയാണ്, നാട്ടില് പള്ളിയിലെ കപ്പ്യാരായിരുന്നു, ശുശ്രൂഷകനായിരുന്നു, 10ാം ക്ലാസ് തോറ്റാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ഞാൻ കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് കുറച്ച് നാൾ താമസിച്ചു, 1 മാസത്തിൽ കൂടുതൽ താമസിച്ചു. അപ്പൊ അവിടെ ഞാനും ആ പള്ളിയിലെ കപ്പ്യാരി ചേട്ടനും മാത്രമേ ഉള്ളൂ. രാത്രി ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിരിക്കും. അപ്പൊ ആ മനുഷ്യൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അയാൾ പറയാണ്, അയാൾ പള്ളിയിലെ ശുശ്രൂഷകനായിരുന്നു. ചെറിയ പ്രായത്തില്, കൊച്ചു പ്രായത്തില്, വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നുകൊണ്ട് കൊച്ചു പയ്യനായിരിക്കുമ്പോ ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ്റെ കൂടെ കൊണ്ടുവന്നാക്കി. അച്ഛന് പാല് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ, ചോറ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ ഒക്കെ കൊണ്ടു നിർത്തി. അവൻ അവിടെ നിന്നു. സ്കൂളിലൊന്നും ശരിക്കൊന്നും പോയില്ല, പഠിച്ചൊന്നുമില്ല. പിന്നെ വന്ന അച്ഛന് പന്നി വളർത്തലുണ്ടായിരുന്നു. അപ്പൊ ഇവൻ പന്നിയൊക്കെ വളർത്താൻ, പന്നിക്ക് ഭക്ഷണം കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺവെന്റിലെ പണിയൂടെ, സിസ്റ്റേഴ്സ് താമസിക്കുന്നുണ്ട്, കോൺവെന്റിലെ പണിയൂടെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചു, പിന്നെ ജീപ്പ് ഓടിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുച്ഛമായ 1500 രൂപയും കാണേണ്ട ഇവന്റെ ശമ്പളം. കല്യാണം കഴിച്ചു, 2 മക്കളുണ്ടായി. എന്നെ ഫോട്ടോ കാണിച്ചു. ഒരു കൂര, മഴ പെയ്യുന്ന സമയത്ത് കൊടയും കൊണ്ടിരിക്കണം, ആ ഒരു കൂര, അതാണ് ഈ കപ്പ്യാരുടെ വീട്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു തെറ്റിദ്ധാരണയിൽ പിന്നീട് വന്ന വികാരിയച്ഛൻ ഇയാളെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അയാൾ എന്നോട് പറയാണ്, അച്ഛാ എങ്ങോട്ട് പോവും? ജീവിക്കാൻ വേറൊന്നും അറിയാൻ പാടില്ല, പള്ളിയും പള്ളിപ്പണിയും അല്ലാതെ ഒന്നും അറിയാൻ പാടില്ല. വണ്ടി ഓടിക്കും, വണ്ടി സ്വന്തമായിട്ട് വണ്ടിയില്ല, പള്ളിയിലെ വണ്ടി, അച്ഛന് വണ്ടി ഓടിച്ചോണ്ടിരുന്നേ. അവസാനം ബസ്സിൽ കിളിയായിട്ട് പോകാൻ തുടങ്ങി. ഒന്നും അറിയാൻ പാടില്ല, കാരണം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഒന്നും അറിയാൻ പാടില്ല. അയാൾ പറയാണ്, 4 ദിവസം കരഞ്ഞോണ്ട് ഞാൻ കട്ടിലെ കിടന്നു. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ പണിക്ക് പോകുമ്പോ എല്ലാരോടും പറഞ്ഞു, ദൈവമില്ല, ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഇറക്കി വിടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കി വിടില്ല. പിന്നെ പള്ളി പോവാതായി, പ്രാർത്ഥിക്കാതായി.
അങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പിരുന്നൊരു വികാരിച്ചൻ സഭയുടെ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുത്തു. 10,000-5,000 രൂപ ശമ്പളം കിട്ടും. അവിടെ ചെന്നു, അപ്പോഴും പള്ളിയിൽ പോവില്ല. നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ചയും അച്ഛൻ ആരാധന നടത്തുന്നുണ്ട്. അപ്പൊ ഈ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറയും, നീ അവിടെ ആരാധനയ്ക്കൊന്നും ഞാൻ വരില്ല, ദൈവം ഇല്ല, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഈ അവസ്ഥയാവില്ല, ഞാൻ 10ാമത്തെ വയസ്സ് മുതൽ പള്ളി കിടന്ന് കഷ്ടപ്പെട്ടാന്ന് പറഞ്ഞു. ഇവിടെ ജോലിക്ക് ആക്കിയ വികാരിയച്ഛൻ സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് പോയി. വേറൊരച്ഛൻ വന്നു, ഇവിടെ ജോലിയാണ്, ഇവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുമ്പിരുന്ന ഒരു വികാരിയച്ഛൻ ഇയാളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഗൾഫിൽ പള്ളിയിലെ ശുശ്രൂഷകനായിട്ട് വരാൻ താല്പര്യമുണ്ട്. പാസ്പോർട്ട് എടുത്തു കൊടുത്തു, വിസ എടുത്തു, അവിടെ ചെന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എന്റെ കൂര പൊളിച്ച് ഞാൻ ഒരു വീട് വെച്ചു, വീട് ഞാൻ അച്ഛനെ കാണിക്കാന്ന് പറഞ്ഞു. വീട് കണ്ടിട്ട് എന്റെ തല കറങ്ങി. ഒരു കയ്യിൽ ഈ കൂര, മറ്റേ കയ്യില് വലിയൊരു കെട്ടിടം, വലിയൊരു വീട്, കാർ പോർച്ചൊക്കെയുള്ള വലിയൊരു വീട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ വീടിന്റെ ബ്ലെസ്സിങ്ങിന്, അളിയനാണ് വീട് എല്ലാം വെക്കാനുള്ള കാര്യങ്ങളെല്ലാം സഹായിച്ചത്, പണം അയച്ചു കൊടുത്തു. ഇവിടുന്ന് നല്ല ജോലിയാണ് അവിടെ, ആ ജോലി വെച്ച് പണമൊക്കെ അയച്ചു കൊടുത്തു. ആ മനുഷ്യൻ വീടൊക്കെ വെച്ചു. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് സ്വന്തം വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് ഈ മനുഷ്യൻ അന്തം വിട്ട് ചോദിക്കുകയാണ്, ഇത് ആരുടെ വീടാണ്? വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് ആരുടെ വീടാണ്? പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ദൈവത്തെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? പള്ളി എന്നും പറഞ്ഞ് കിടന്നിട്ട് ആരാണ് നശിച്ചു പോയത്? ദൈവത്തെ അന്വേഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? ആരാ നശിച്ചു പോയത്? ആരും നശിച്ചു പോവില്ല. വിശ്വസ്തയോടെ, അമ്മേ നീ ദേവാലയത്തിൽ വാ, ചേട്ടാ നീ ദേവാലയത്തിൽ വാ, മോനെ വിശ്വസ്തയോടെ നിന്റെ ദേവാലയത്തിൽ വന്ന് നീ ദൈവത്തെ ആരാധിക്ക്, ദൈവം നിന്നെ ഉയർത്തിക്കോളും.